Hi, hello, good evening Makkale. So welcome back to our biology classes. So hope all you are going well. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 4 ഫൈലം നമ്മൾ 4 ഫൈലംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പോറിഫെറ, സീലൻഡ്രേറ്റ, ഓർണിഡേറിയ, ടിനോഫോറ ആൻഡ് ഓൾസോ പ്ലാറ്റിഹെൽമിന്തസ്, റൈറ്റ്? സോ പ്ലാറ്റിഹെൽമിന്തസ് തൊട്ടിട്ടാണ് നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യം ട്രിപ്ലോബ്ലാസ്റ്റിക് അവിടെ തൊട്ടിട്ട് കാണിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാറ്റിഹെൽമിന്തസ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ എക്സാമ്പിൾസും ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ ഹിയർ വി ബിഗിൻ വിത്ത് ദ ഫൈലം ആഷെൽമിന്തസ്. ക്ലിയർ? ആഷെൽമിന്തസ് തൊട്ടിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആൻഡ് എല്ലാവരും ഇന്നെടുക്കുന്ന പോർഷൻസ് ഇന്ന് തന്നെ പഠിച്ച് തീർക്കണം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഒന്ന് റിവൈൻഡ് ചെയ്ത് 1-2 തവണ റിവൈസ് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ഈസി ആകും, നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? സോ വി ഹാവ് ടു ഗോ ഓൺ ഫൈലം ആഷെൽമിന്തസ്. എന്താണ് മക്കളെ ഫൈലം ആഷെൽമിന്തസിനെ പറ്റി പറയുമ്പം നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് അതിൻ്റെ കോമൺ നെയിം. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞ് ഓരോ ഫൈലങ്ങളുടെയും കോമൺ നെയിംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റൗണ്ട് വേംസ്. ഫ്ലാറ്റ് വേംസിൻ്റെ എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസിൻ്റെതായിരുന്നു. ആഷെൽമിന്തസിലോട്ട് വരുമ്പം ഇറ്റ് ഈസ് നോൺ ആസ് റൗണ്ട് വേംസ്. എന്താണ് റൗണ്ട് വേംസ്? വൈ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റൗണ്ട് വേംസ്? ഇപ്പോൾ പ്ലാറ്റിഹെൽമിന്തസിൻ്റെ കേസ് എടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പ്ലാറ്റിഹെൽമിന്തസ്. അതിൽ ഫ്ലാറ്റ് വേംസ് എന്ന് വിളിക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ആയതുകൊണ്ടാണ് അവരെ ഫ്ലാറ്റ് വേംസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റൗണ്ട് വേംസ് എന്നുള്ള പേരിൽ ഇവരെ അറിയപ്പെടാൻ ഒരു റീസൺ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. ദ ബോഡി ഓഫ് ആഷെൽമിന്തസ് ഇസ് സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. അതുകൊണ്ടാണ് റൗണ്ട് വേംസ് എന്നുള്ള നെയിം അവർക്ക് വന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലൈക്ക് പ്ലാറ്റിഹെൽമിന്തസിൽ ഇറ്റ് ഈസ് ഡോർസോ വെൻട്രൽ ഫ്ലാറ്റൻഡ് ബോഡി, അതുകൊണ്ടാണ് അവർക്ക് ഫ്ലാറ്റ് വേംസ് എന്നുള്ള നെയിം വന്നത്. റൗണ്ട് വേംസ് എന്നുള്ള നെയിം വരാൻ കാരണം ദെയർ ബോഡി ഈസ് സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. അവരുടെ ബോഡി എങ്ങനെയാണ്? ദേ ആർ സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ. അതുകൊണ്ടാണ് അവർക്ക് റൗണ്ട് വേംസ് എന്നുള്ളത് വന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് ദേ മേ ബി ഫ്രീ ലിവിങ്, അക്വാട്ടിക്, ടെറസ്ട്രിയൽ ഓർ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. വേരിയൻ്റ് ഓപ്ഷൻസ് ആണുള്ളത്. ഇറ്റ് മേ ബി അക്വാട്ടിക് ആവാം, ടെറസ്ട്രിയൽ ആവാം, ലൈക്ക് പ്ലാന്റ്സിൽ, ആനിമൽസിലൊക്കെ കാണുന്ന ആളാണ് ഈ പറയുന്ന റൗണ്ട് വേംസ്. ഏകദേശം എല്ലായിടത്തും വരെ കാണുന്നുണ്ടെന്ന് ചുരുക്കം. ഓക്കെ, they may be free living, aquatic, terrestrial, parasitic in plants and animals. ഇനി roundworms have organ system level of body organization. See, നമ്മൾ സ്പോഞ്ചസ് തൊട്ടിട്ട് പഠിച്ചപ്പോൾ സ്പോഞ്ചസിന് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അത് കഴിഞ്ഞ് സീലൻഡ്രേറ്റക്കും അതുപോലെ തന്നെ ടീനോഫോഴ്സിനും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. പ്ലാറ്റിഹെൽമിന്തസ് പഠിച്ച സമയത്ത് ഇയാൾക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ആഷെൽമിന്തസിലോട്ട് എത്തുമ്പോൾ അതിന് എന്തായി മാറാണ് മക്കളെ? ഒന്നും കൂടെ ഹയർ ഫൈലോ ആയിട്ട് മാറിയില്ലേ? സോ ഇറ്റ് ഷോസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്താ കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണല്ലോ? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ് ദേ ആർ, ഇനി ഇവിടെ സിമെട്രി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പ്ലാറ്റിഹെൽമിന്തസ് വരെ എന്ന് വെച്ചാൽ ടിനോഫോറ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ വരെ ഇയാൾ ഈ 2 പേര് എന്തായിരുന്നു? റേഡിയൽ സിമെട്രിയും ഇയാൾ അസിമെട്രി ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാറ്റിഹെൽമിന്തസ് തൊട്ടങ്ങോട്ട് ഇനി ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുക. ഓക്കെ, പ്ലാറ്റിഹെൽമിന്തസ് ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ആഷെൽമിന്തസും ഓൾസോ ഷോസ് ബൈലാറ്ററൽ സിമെട്രി. ക്ലിയർ ആണോ മക്കളെ? ദേ ഓൾസോ ഷോസ് ബൈലാറ്ററൽ സിമെട്രി. ആൻഡ് ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് സ്യൂഡോസീലോമേറ്റ് ആനിമൽസ്. ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഡിപ്ലോ എന്ന് പഠിച്ച് അത് കഴിഞ്ഞ് നമ്മൾ പ്ലാറ്റിഹെൽമിന്തസ് തൊട്ടിട്ട് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പം അവർക്ക് മീസോഡം ലെയറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദ ഡിഫറൻഷിയേറ്റഡ് തേർഡ് ജെർമിനൽ ലെയർ. ക്ലിയർ ആണല്ലോ? സോ ആഷെൽമിന്തസും കാണിക്കുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ തന്നെയാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസമാണ് ഈ പറയുന്ന ആഷെൽമിന്തസും. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും എന്താണ് മക്കളെ? ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസമാണ്. സി, നമ്മൾ ടീനോഫോറ പറഞ്ഞപ്പം ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ടീനോഫോറ വരെയുള്ള ആളുകൾ ഡിപ്ലോബ്ലാസ്റ്റിക്കും എന്ന് വെച്ചാൽ ഡിപ്ലോ ബാക്കി എല്ലാവരും ട്രിപ്ലോ. ഓക്കെ, പ്ലാറ്റിഹെൽമിന്തസ് തൊട്ട് അങ്ങോട്ട് എല്ലാവരും എന്തായിരിക്കും? ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ആയിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫൈലംസ് പഠിക്കുമ്പോൾ നോക്കാം. എന്നിട്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് ആ ടാബുലാർ കോളം വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ക്ലിയർ?
So they are bilaterally symmetrical, triploblastic and pseudocoelomate animals. They are pseudocoelomate animal. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. Pseudocoelomate animal നമുക്ക് ഒരൊറ്റ ഫൈലമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ഫൈലം ആഷൽമിന്തസ്. അതങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. അതായത് സീലം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, സീലം എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പം നമ്മൾ ഈ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത് ആരെയാണ്? ആഷൽമിന്തസിനെയാണ്. ആഷൽമിന്തസിനെയാണ് നമ്മൾ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. അതിൻ്റെ മേലോട്ടുള്ളവരൊന്ന് താഴോട്ടുള്ളവരൊന്ന്, ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുക. ആഷൽമിന്തസ് സ്യൂഡോസീലോം, മേലോട്ടുള്ളവർ അസീലം, താഴോട്ടുള്ളവർ സീലോമേറ്റ്സും, ഇങ്ങനെയാണ് പഠിപ്പിക്കുക. ഓക്കെ, സോ നമ്മളുടെ സീലത്തിൻ്റെ കേസിൽ വരുമ്പം അവിടുത്തെ റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത് ആഷൽമിന്തസ് ആണ്. ആഷൽമിന്തസ് ഏതാണ് മക്കളെ? സ്യൂഡോസീലോമേറ്റ്സ് ആണ്. ഓക്കെ, സിമ്മട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റിഹെൽമിന്തസ് ആണ് റെഫറൻസ് പോയിന്റ്. പ്ലാറ്റിഹെൽമിന്തസിൻ്റെ മേലോട്ടുള്ളവരൊക്കെ റേഡിയൽ സിമ്മട്രിയും താഴോട്ടുള്ളവരൊക്കെ, റേഡിയൽ സിമ്മട്രി എന്ന് വെച്ചാൽ സ്പോഞ്ചസ് ഒഴികെ, ഓക്കെ, താഴോട്ടുള്ളവരൊക്കെ ബൈലാറ്ററൽ സിമ്മട്രിയും. ഡിപ്ലോ ട്രിപ്ലോബ്ലാസ്റ്റിക് എടുക്കുന്ന സമയത്തും പ്ലാറ്റിഹെൽമിന്തസിനെയാണ് ഞാൻ റെഫറൻസ് പോയിന്റ് എടുക്കുന്നത്. പ്ലാറ്റിഹെൽമിന്തസ് തൊട്ടിട്ട് താഴെയുള്ളവരൊക്കെ ട്രിപ്ലോബ്ലാസ്റ്റിക്കും മേലോട്ടുള്ളവരൊക്കെ ഡിപ്ലോബ്ലാസ്റ്റിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ട്രിക്സ് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ സീലോത്തിൻ്റെ കേസ് വരുന്ന സമയത്ത് വി ടേക്ക് ആഷൽമിന്തസ് ആസ് എ റെഫറൻസ് പോയിന്റ് ആൻഡ് വി ഹാവ് ടു നോ ദാറ്റ് ആഷൽമിന്തസ് ഇസ് സ്യൂഡോസീലോമേറ്റ്. ആഷൽമിന്തസ് എന്താണ് മക്കളെ? സ്യൂഡോസീലോമേറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് സ്യൂഡോസീലോമേറ്റ് എന്ന് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? സ്യൂഡോസീലോമേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ദാറ്റ് ഈസ് സ്കാറ്റേർഡ് പൗച്ചസിൻ്റെ രൂപത്തിലായിരിക്കും കാണിക്കുക. സീലോം ക്യാവിറ്റിയിൽ എന്ത് പ്രസൻ്റ് ആയിരിക്കും? സ്കാറ്റേർഡ് പൗച്ചസ് പ്രസൻ്റ് ആയിരിക്കും. ഐ തിങ്ക് യു വിൽ റിമെമ്പർ ദാറ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഐ ഷോ യു. സ്യൂഡോസീലോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞതായിരുന്നു. ഇതാണല്ലോ നമ്മുടെ സ്യൂഡോസീലോം. ഓക്കെ, എന്താണ് സ്യൂഡോസീലോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Animals possessing the pseudocoelom are called pseudocoelomates. എന്താണ്? That is scattered pouches. The mesoderm is present as scattered pouches in between ectoderm and endoderm. എക്ടോഡോമിനും എൻഡോഡോമിനും ഇടയ്ക്ക് മീസോഡോം സ്കാറ്റേർഡ് പൗച്ചസിൻ്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതാണ് സ്യൂഡോസീലോം. ഓക്കെ, അങ്ങനത്തെ അത് പൊസസ് ചെയ്യുന്ന ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ആഷൽമിന്തസ്. ആഷൽമിന്തസ് ആണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു. ബട്ട് നമ്മൾ അവിടെ പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ റെഫറൻസ് വെച്ചിട്ട് ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് അതിൻ്റെ മേലുള്ള ഒരു ഇത്, താഴെയുള്ള ഒരു ഇതെന്ന് പഠിക്കാനല്ലേ ഒന്നും കൂടെ ഈസിയർ. ഓക്കെ, അതുകൊണ്ടാണ്. സോ സ്യൂഡോസീലോമേറ്റ്സ് ഒരൊറ്റയാളേ ഉള്ളൂ മക്കളെ, ആൻഡ് ദാറ്റ് ഈസ് ആഷൽമിന്തസ്. ക്ലിയർ ആണല്ലോ? ആഷൽമിന്തസ് എന്താ കാണിക്കുന്നത്? സീലത്തിൻ്റെ കേസിൽ വരുമ്പം സ്യൂഡോസീലോം എന്ന് വെച്ചാൽ സ്കാറ്റേർഡ് പൗച്ചസിൻ്റെ രൂപത്തിലാണ് മീസോഡോം പ്രസൻ്റ് ആയിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ഇനി കേട്ടോളൂ. alimentary canal is complete. Alimentary canal is complete with a well developed muscular pharynx. Alimentary canal is complete with a well developed muscular pharynx. An excretory tube removes the body waste from the body cavity through the excretory pore. ഇവരുടെ alimentary canal കംപ്ലീറ്റ് ആണ്. ഓക്കെ, alimentary canal കംപ്ലീറ്റ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് they have well developed muscular pharynx. PYQസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, and we can expect it more. ഓക്കെ, ഈ മസ്കുലാർ ഫാരിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആഷൽമിന്തസിൻ്റെ കേസിൽ അവരുടെ അലിമെൻ്ററി കനാലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അലിമെൻ്ററി കനാൽ ഓഫ് ആഷൽമിന്തസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് വിത്ത് എ മസ്കുലാർ ഫാരിങ്സ്. മസ്കുലാർ ഫാരിങ്സ് ഉണ്ട്. ഇനി ഇവരുടെ എക്സ്ക്രീഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് എക്സ്ക്രീറ്ററി ട്യൂബ് റിമൂവ് ചെയ്യുന്നത്, വേസ്റ്റസിനെ റിമൂവ് ചെയ്യുന്നത് നമ്മൾ ഏതിലൂടെയാണ്? ഒരു എക്സ്ക്രീറ്ററി പോറിലൂടെയാണ്. ഇത് ഓർത്ത് വയ്ക്കുക. ഒരു എക്സ്ക്രീറ്ററി പോറിലൂടെയാണ് ഇവരുടെ എക്സ്ക്രീറ്ററി വേസ്റ്റസ്, ബോഡി വേസ്റ്റസ് ബോഡി ക്യാവിറ്റിയിൽ നിന്നും റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ട്യൂബ് റിമൂവ് ചെയ്യുന്നത് ഏതിലൂടെയാണ് മക്കളെ? ത്രൂ ദ എക്സ്ക്രീറ്ററി പോർ. ക്ലിയർ ആണല്ലോ? ഇനി സെക്സസ് ആർ സെപ്പറേറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെക്സസ് ആർ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ ഡയേഷ്യസ് ആണ്. ഡയേഷ്യസ് ആണ്. ഇനി വേറൊരു വാക്കും കൂടെ ഉണ്ട്, യൂണിസെക്ഷൽ. ഓക്കെ, ബൈസെക്ഷൽ അതുപോലെ തന്നെ യൂണിസെക്ഷൽ എന്ന് കേട്ടിട്ടുണ്ടാകും. ഡയേഷ്യസ്, മൊണേഷ്യസ് എന്ന് കേട്ടിട്ടുണ്ടാകും. ഓക്കെ, സോ ഇവരെന്താണ്? ഡയേഷ്യസ് ആണ്. ദാറ്റ് ഈസ് സെക്സസ് ആർ സെപ്പറേറ്റ്. സെക്സസ് ആർ സെപ്പറേറ്റ്. ഓർത്ത് വെക്കുക, ഇതുവരെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്. ദാറ്റ് ഈസ് ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്. ഇങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെയുള്ള ആൾക്കാരെ പഠിച്ചത്. ആഷൽമിന്തസിൻ്റെ കേസിലോട്ട് വരുമ്പം ഇവിടെ എന്താണ്? സെക്സസ് ആർ സെപ്പറേറ്റ്. ആഷൽമിന്തസ് തൊട്ടിട്ട് നമ്മൾ റെഫറൻസ് പോയിന്റ് എടുക്കുന്നത് ആഷൽമിന്തസ് സ്യൂഡോസീലോമേറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് സെക്സസ് ആർ സെപ്പറേറ്റ്. ഓക്കെ, സെക്സസ് ആർ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ
മെയിൽ ഫീമെയിൽ സെപ്പറേറ്റഡ് ആണ്. മെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആൾക്കാരുണ്ടാവും, ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആഷൽ മിന്തസ് ഉണ്ടാകും. ക്ലിയർ ആണോ മക്കളെ? എന്ന് വെച്ചാൽ ദേ ആർ ഡയേഷ്യസ്. അവരെ എന്തും കൂടെ നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഈസ് ദേ ആർ ഡയേഷ്യസ് എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദേ ആർ ഡയേഷ്യസ് എന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ തന്നിട്ടുണ്ട്. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. വി ക്യാൻ കാറ്റഗറൈസ് ദം. നമുക്ക് മെയിൽസിനെയും ഫീമെയിൽസിനെയും സെപ്പറേറ്റ്ലി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്. ഇതുവരെ അപ് ടു പ്ലാറ്റി ഹെൽമിന്തസ് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്നാൽ ആഷൽമിന്തസ് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്സസ് ആർ സെപ്പറേറ്റഡ്. ക്ലിയർ ആണോ മക്കളെ? That is, males and females are distinct. We can classify them, we can categorize them easily, and also they are also known as dioecious. എന്താണ് മറ്റൊരു വാക്ക്? എന്താണ്? ഡയേഷ്യസ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടുത്തെ ആഷൽമിന്തസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ഫീമെയിൽസ് ഉണ്ടല്ലോ, ആഷൽമിന്തസിലെ ഫീമെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലോങ്ങർ. ഇത് ഫീമെയിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ദിസ് ഈസ് ദ ഫീമെയിൽ, ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ ദ മെയിൽ. ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മെയിൻലി കിട്ടാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് ദേ ആർ ലോങ്ങർ ദാൻ ദ മെയിൽസ്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ആഷൽമിന്തസിൻ്റെ കേസിൽ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഓക്കെ, ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഇനി അടുത്തത് ഇവരുടെ ഫെർട്ടിലൈസേഷനാണ് പറയുന്നത്. ഇവർ എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ മക്കളെ? ഇല്ല. ദേ ആർ ഫ്രീ ലിവിങ്, അക്വാട്ടിക്, ടെറസ്ട്രിയൽ, പാരസൈറ്റിക്, ഇങ്ങനെ പറഞ്ഞത്. എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണെങ്കിൽ ടെറസ്ട്രിയൽ കാണോ? ഇല്ല. പ്ലാന്റ്സിൽ കാണോ? ഇല്ല. സോ പ്ലാന്റ്സിലുണ്ട്, ആനിമൽസിലുണ്ട് പാരസൈറ്റ്സ് ആയിട്ട്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ, അതുപോലെ അക്വാട്ടിക് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ല. അത് നമുക്ക് ഉറപ്പിക്കാമല്ലോ, എക്സ്ക്ലൂസീവ്ലി മെറൈൻ അല്ലാത്തതുകൊണ്ട്. സോ ഹിയർ സീസ് ദാറ്റ് ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ്. ദാറ്റ് ഈസ് ദ യങ് വൺ റിസംബിൾസ് ദ അഡൽട്ട്, ഓർ ഇൻഡയറക്റ്റ്. കാണാണ്ട് പഠിക്കുക. ഓക്കെ, ആഷൽമിന്തസ് എന്ന് പറയുന്ന റൗണ്ട് വേംസ് ഇറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പം ലാർവൽ സ്റ്റേജസ് പ്രസൻ്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ അവരുടെ എംബ്രിയോണിക് സ്റ്റേജിലുള്ള യങ് വൺസ് അഡൽട്ട്സും യങ് വൺസും നോക്കുമ്പോൾ മോർഫോളജിക്കലി ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇൻഡയറക്റ്റ് സ്റ്റേജ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ലാർവൽ സ്റ്റേജ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഡയറക്റ്റ്, യങ് വൺ റിസംബിൾസ് ദ അഡൽട്ട്. ഓക്കെ, ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇടയിൽ വേറെ ലാർവൽ സ്റ്റേജ് ഒന്നുമില്ല. യങ് സ്റ്റേജിൽ അവരെങ്ങനെയായിരുന്നു, യങ് വൺസ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഡയറക്റ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ട് എന്തായി മാറും? അഡൽട്ട്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ആഷൽമിന്തസ് ഇറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ചില ആഷൽമിന്തസിൻ്റെ കേസിൽ അവർക്ക് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും, ആൻഡ് ചിലർക്ക് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ക്ലിയർ അല്ലേ? ലൈക്ക് ഇവർ എക്സ്ക്ലൂസീവ്ലി മറൈൻ അല്ല, ടെറസ്ട്രിയൽ ആണ്, പാരസൈറ്റിക് ആണ്, എക്വാട്ടിക് ആണ്, മീൻസ് എല്ലാതും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. പിന്നെ സെക്സസ് ആർ സെപ്പറേറ്റഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദേ ആർ നോട്ട് ഹെർമാഫ്രോഡൈറ്റ്. അവർ ഹെർമാഫ്രോഡൈറ്റ് അല്ല. സെക്സസ് ആർ സെപ്പറേറ്റ് എന്ന് പറയുമ്പം മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. നമുക്ക് ഇവരെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, സെപ്പറേറ്റ്ലി കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, മെയിൽസിനെയും ഫീമെയിൽസിനെയും. പിന്നെ മറ്റൊരു കാര്യം ആഷൽമിന്തസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് എന്തായിരുന്നു? ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഫീമെയിൽസ് മെയിൽസിനെക്കാട്ടിലും ലോങ്ങർ ആണ്. ക്ലിയർ? ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നോക്ക്, ഇത് കണ്ടോ നിങ്ങൾ? ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് കിടക്കുന്നത്, അത് ആർക്കാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? മെയിൽസിനാണ്. ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഐ തിങ്ക് PYQലോ അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഡയഗ്രാംസ് ചുമ്മാ ഒന്ന് വരച്ച് നോക്കി പഠിക്കുക. ക്ലിയർ? ഇത് ഡയഗ്രാംസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അതൊന്ന് ഇതാണ്, ഏതാണ് ലോങ്ങർ വൺ. രണ്ടാമത്തത് ഈ ഒരു ട്വിസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ ആണോ മക്കളെ? സോ ഫീമെയിൽ എന്ന് പറയുമ്പം ഇതാണെന്ന് ഓർത്ത് വയ്ക്കുക, മെയിൽ ഇതാണ്. ഫീമെയിൽസ് ലോങ്ങർ ആണെന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ഫീമെയിൽസ് ലോങ്ങർ ആണെന്ന് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ ഒരു പിക്ചർ ഓടി വന്നോളൂ. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇത്രയാണ് നമുക്ക് ഫൈലം ആഷൽമിന്തസിൽ പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഓരോ ഫൈലംസ് എടുക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്താണ്, ഡിപ്ലോബ്ലാസ്റ്റിക് എന്താണ്, സീലോം എന്താണ്, സീലോം, സ്യൂഡോസീലോം, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞപ്പം എടുത്ത് അത്രയും ടൈം കൺസ്യൂമിങ് അല്ല ഞാൻ ഓരോ ഫൈലംസ് അത് പറയുമ്പോൾ. അതിൻ്റെ റീസൺ
നമ്മൾ ആ ഫസ്റ്റത്തെ ഫസ്റ്റ് ബേസിക് പോർഷൻ നമ്മൾ അത്രയും ക്ലാരിറ്റിയോട് കൂടെ പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും കൂടെ ഈസി ആയിട്ടത് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈവൻ ഇഫ് ഐ ആം ടേക്കിംഗ് ദ ക്ലാസ് ഓൾസോ ഐ ക്യാൻ മൂവ് ഇറ്റ് വെരി ഈസിലി. ആ ഒരു മൂവ്മെൻറ്റ് തന്നെ വേണം നിങ്ങൾക്കും. ഓക്കെ, ഈവൻ ഇഫ് യു ആർ ഹിയറിംഗ് മൈ ക്ലാസ്സസ് as I am teaching, I can move it very easily or very slowly, whatever I needed. But whenever you are hearing to my classes, you have to feel that easiness. And how can you feel that? By studying the first portion very clearly. ഓക്കെ, ആ ഒരു ഫസ്റ്റ് പോർഷൻ നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചൊരു കുട്ടിനെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങളും ഓരോ നോട്ടിന് ഇങ്ങനെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഞാനിത് വീണ്ടും വീണ്ടും ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ള കാരണം ഫസ്റ്റത്തെ പോർഷൻ സ്കിപ്പ് ചെയ്ത് ഓടി വന്നിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഫൈലം മിസ്സ് ഭയങ്കര സ്പീഡിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വരും. ഓക്കെ, അത് ഞാൻ ഫാസ്റ്റ് ആക്കുന്നതല്ല. നമ്മൾക്ക് ഇവിടെ ഇനി വീണ്ടും ഒന്നും പുതിയത് പറയാനുള്ള ഇപ്പം ആഷൽ മിന്തസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോമൺ നെയിം പുതുതായിട്ട് പറയാനുള്ളതാണ്. അതുപോലെ തന്നെ സ്യൂഡോസീലോം എന്നുള്ളത് ആൻഡ് ഓൾസോ മസ്കുലാർ ഫാരിങ്സ്, എലിമെൻ്ററി കനാൽ കംപ്ലീറ്റ് ആണെന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ അതെന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ക്ലിയർ? അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മുന്നത്തെ പോർഷൻസ് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വേണം ഇത് കാണാൻ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി ഇവരുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആഷൽ മിന്തസിൻ്റെ എക്സാമ്പിൾസിൽ ഫസ്റ്റ് വൺ ആസ്കാരിസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റൗണ്ട് വോം. ആസ്കാരിസ് ദാറ്റ് ഈസ് റൗണ്ട് വോം, ഉച്ചറേറിയ ഫൈലേരിയൽ വോം ആൻഡ് അൻസൈലോസ്റ്റോമ ഹൂക്ക് വോം. ഹൂക്ക് വോം മൊത്തം നമുക്ക് ഇവിടെ പറയാനുള്ളത് 1, 2, 3 3 എക്സാമ്പിൾസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ആസ്കാരിസ് റൗണ്ട് വോം, ഉച്ചറേറിയ ഫൈലേരിയൽ വോം, അൻസൈലോസ്റ്റോമ ഹൂക്ക് വോം. ആസ്കാരിസ് റൗണ്ട് വോം, ഉച്ചറേറിയ ഫൈലേരിയൽ വോം ആൻഡ് അൻസൈലോസ്റ്റോമ ഹൂക്ക് വോം. പറഞ്ഞു പഠിച്ചോ. എക്സാമ്പിൾസ് നല്ല വൃത്തിക്ക് എത്ര തവണ എന്ന് വെച്ചാൽ പറഞ്ഞോ എഴുതിയോ പഠിച്ചോ. ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. ഓക്കെ, നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഒരു 5 years വരെയുള്ള 5 to 7 years വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ എക്സാമ്പിൾസ് മാത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. Even if they are giving assertion reason questions from this examples, by giving this examples they can give it, and also by giving the common names they can give it, and also match the followings, true and false. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഇതോടുകൂടെ നമ്മളുടെ 5th ഫൈലം കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ഫൈലം ആഷൽ മിന്തസ്. എന്തായിരുന്നു ഇവരുടെ പ്രത്യേകത? ഇവിടം തൊട്ടിട്ടാണ് നമ്മുടെ സീലോം ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് ഓഫ് സീലോം, ദാറ്റ് ഈസ് ഇത് സ്യൂഡോസീലോമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 6th ഫൈലത്തിലോട്ടാണ് മക്കളെ. ആൻഡ് ദാറ്റ് ഈസ് ഫൈലം അനലിഡ. എന്തായിരുന്നു ആ ഫൈലത്തിൻ്റെ നെയിം? ദാറ്റ് ഈസ് ഫൈലം അനലിഡ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലൊക്കെ കോമൺ നെയിം നല്ല ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹിയർ അത്ര ലൈക്ക് അവിടെ നമ്മൾ ഫസ്റ്റത്തെ ലൈനിൽ തന്നെ എല്ലാറ്റിൻ്റെയും കോമൺ നെയിം പഠിച്ചു. ഇവിടെ അങ്ങനെയല്ല, ചേഞ്ച് ഉണ്ട്. ഫൈലം അനലിഡ എന്ന് കേൾക്കുമ്പം നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് ഈ പിക്ചറാണ്. ബിക്കോസ് ഈ പിക്ചർ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിലത്തെ ചില പോയിൻറ്റ്സുകളൊക്കെ കിട്ടും. ഓക്കെ, ആ പിക്ചറിൽ നിന്ന് തന്നെ ചില പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് അവർക്ക് മെറ്റാമിയേഴ്സ് പ്രസൻ്റ് ആണ്, സെഗ്മെൻറ്റേഷൻ പ്രസൻ്റ് ആണ്. മെറ്റാമിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതിനെ നമ്മൾ മെറ്റാമെറിസം അല്ലെങ്കിൽ മെറ്റാമിയേഴ്സ് ആണ് സെഗ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നാൽ യു ക്യാൻ ഡിഫൈൻ ഇറ്റ്. ഓക്കെ, അവിടെ സെഗ്മെൻറ്റേഷൻ പ്രസൻ്റ് ആണ്, മെറ്റാമിയേഴ്സ് പ്രസൻ്റ് ആണ്, ഓക്കെ മെറ്റാമെറിസം പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ മക്കളെ? സോ ലെറ്റ്സ് മൂവ്. ദേ മേ ബി അക്വാട്ടിക്, ദാറ്റ് ഇസ് മെറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. അക്വാട്ടിക് മെറൈൻ ആവാം, ഫ്രഷ് വാട്ടർ ആകാം, ഓർ ടെറസ്ട്രിയൽ ഫ്രീ ലിവിങ് ആൻഡ് സംടൈംസ് പാരസൈറ്റിക് ഓൾസോ. സോറി, ആൻഡ് ഓൾസോ പാരസൈറ്റിക് എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആവോ എക്സ്റ്റേണൽ ആവോ? ഇനി അങ്ങനെ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണെങ്കിൽ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ് മേലെ. ഓക്കെ, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അക്വാട്ടിക് ആണെന്ന് പറയുന്നുണ്ട്, ടെറസ്ട്രിയൽ ആണെന്ന് പറഞ്ഞു, ഫ്രീ ലിവിങ് ആണ്, പാരസൈറ്റിക് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഫെർട്ടിലൈസേഷൻ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, ഇവരുടെ ഫെർട്ടിലൈസേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, എക്സ്റ്റേണൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ലെറ്റ്സ് ലുക്ക് ഇറ്റ്. ഓക്കെ, ആൻഡ് ഹിയർ നിങ്ങൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സിബിറ്റ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ടിട്ട് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സിമെട്രിയിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട.
അടുത്തത് പ്ലാറ്റിഹെൽമിന്തസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലാഷൽമിന്തസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് കാണിക്കുന്നത്. അവിടെ അങ്ങോട്ട് ഇനി എല്ലാവരും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആവില്ലേ? ബിക്കോസ് എന്താ, ഓർഗൻ ലെവൽ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഹയർ കാറ്റഗറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ പ്ലാറ്റിഹെൽമിന്തസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. ആഷൽമിന്തസ് തൊട്ടിട്ട് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? അതാണ് ഇവിടെ പറയുന്നത്. ദേ എക്സിബിറ്റ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് അങ്ങോട്ട് എവിടെ തൊട്ടിട്ടാണ് നമ്മളെ ഡിപ്ലോ മാറിയതെന്ന് എല്ലാവർക്കും അറിയാം. സോ ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്, മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ഞാൻ പറഞ്ഞു ആഷൽമിന്തസ് ആണ് നമ്മൾ സീലത്തിൻ്റെ കേസിൽ റെഫറൻസ് പോയിന്റ്. ആഷൽമിന്തസ് എന്ന് പറയുന്നത് സ്യൂഡോ സീലോമേറ്റ് ആണ്. അതിൻ്റെ താഴോട്ടുള്ളവരൊക്കെ സീലോമേറ്റ്സും മേലോട്ടുള്ളവരൊക്കെ അസീലോമേറ്റ്സും ആണ്. ക്ലിയർ ആണല്ലോ? അതിലിനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ആണ്. എന്താണ് മെറ്റാമിയസ്, എന്താണ് സെഗ്മെൻറ്റേഷൻ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് റിപ്പീറ്റേഷൻ വരണം. ചില ഒരു ഓർഗനോ രണ്ട് ഓർഗനെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് വരണം? റിപ്പീറ്റേഷൻ വരണം. ഓക്കെ, അതാണല്ലോ മെറ്റാമെറിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. ഐ വിൽ ഷോ യു വൺസ് അഗെയിൻ. സി, ഇവിടെ സെഗ്മെൻറ്റേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു the body is externally and internally divided into segment with a serial repetition of at least some organs. അറ്റ്ലീസ്റ്റ് സം ഓർഗൻസിനെങ്കിലും റിപ്പീറ്റേഷൻ വഴി ആ നമ്മളുടെ ബോഡീനെ നമുക്ക് എക്സ്റ്റേണലി ആയിക്കോട്ടെ ഇൻറ്റേർണലി ആയിക്കോട്ടെ ഡിഫറെൻറ്റ് പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ മെറ്റാമെറിക് സെഗ്മെൻറ്റേഷൻ. എർത്ത് വോമിൻ്റെയൊക്കെ കേസിൽ മെറ്റാമെറിക് സെഗ്മെൻറ്റേഷൻ ആണ്. ആൻഡ് ദ ഫിനോമിനൻ ഈസ് നോൺ ആസ് മെറ്റാമെറിസം. ക്ലിയർ അല്ലേ മക്കളെ? അവിടെ പറഞ്ഞതല്ലേ? ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന അനലിറ്റ്സിൻ്റെ കേസിൽ നിങ്ങൾ ഈ ഒരു ഡയഗ്രാമാണ് ആദ്യം മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത്. ഈ ഡയഗ്രാം കിട്ടിയാൽ തന്നെ അതിൻ്റെ ഈ സെഗ്മെൻറ്റേഷൻ കാണുന്നില്ലേ നിങ്ങൾ? ഈ കുറേ സെഗ്മെൻറ്റേഷൻ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് മെറ്റാമിയേഴ്സ്. ഓക്കെ, സോ ദേ ആർ മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. സീലോമേറ്റ് ആനിമൽസിൻ്റെ കൺഫ്യൂഷൻ വേണ്ട. ആഷൽമിന്തസിൻ്റെ മേലെയുള്ളവർ അസീലോമേറ്റ് ആനിമൽസും താഴോട്ടുള്ളവർ സീലോമേറ്റ് ആനിമൽസും ആണ്. ക്ലിയർ ആണല്ലോ? Okay, and their body surface is distinctly marked out into segments or metameres. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ മെറ്റാമെറിക്കൽ സെഗ്മെൻറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവിടെ സെഗ്മെൻറ്റേഷൻ നടക്കുന്നു എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. ആൻഡ് മെറ്റാമെറിക്കൽ സെഗ്മെൻറ്റേഷൻ ആകുമ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് മെറ്റാമിയേഴ്സ്. ആ ഓരോ സെഗ്മെൻറ്റ്സിനെയും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും മക്കളെ? മെറ്റാമിയേഴ്സ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ്? മെറ്റാമിയേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകും കുറേ സെഗ്മെൻറ്റ്സുകളുണ്ട്. ക്ലിയർ ആണല്ലോ? ആൻഡ് ഹെൻസ് ദ ഫൈലം നെയിം അനലിഡ. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഫൈലം അനലിഡ എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ മിസ് മെറ്റാമിയേഴ്സ് പ്രസൻ്റ് ആണ്. സെഗ്മെൻറ്റേഷൻ നടന്നു, മെറ്റാമെറിക്കൽ സെഗ്മെൻറ്റേഷൻ നടന്നു. അതുകൊണ്ട് മെറ്റാമിയേഴ്സ് പ്രസൻ്റ് ആയതുകൊണ്ട് എന്തിനാണ് ഇവർ അനലിഡ എന്ന് വിളിക്കുന്നത് എന്നുള്ള ഡൗട്ടുള്ളവരോടാണ് പറയുന്നത്. ഇതിൻ്റെ നെയിമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം അനലിഡ എന്നുള്ളതിൽ ഡെറിവേഷൻ എന്ന് പറയുന്നത്, അതായത് അത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നതെന്ന് ചോദിച്ചാൽ അതൊരു ലാറ്റിൻ വേർഡാണ്. ആക്ച്വലി അനലിഡ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ആ ലാറ്റിൻ വേർഡാണ് അനുലസ്. എന്താണ്? അനുലസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത വേർഡാണ് എന്ത്? അനലിഡ എന്ന് പറയുന്നത്. ആ ലാറ്റിൻ വേർഡ് അനുലസിൻ്റെ മീനിങ് എന്താണ്? ലിറ്റിൽ റിംഗ് എന്നാണ്. എന്താണ് മക്കളെ? ലിറ്റിൽ റിംഗ്. ലൈക്ക് ഇങ്ങനത്തെ കുറേ റിങ്സുകൾ കൂടിയത് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ വി ആർ കൺസിഡറിങ് ഓൾ ദീസ് ലിറ്റിൽ റിങ്സ് ആസ് മെറ്റാമിയേഴ്സ്. ഇതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? മെറ്റാമിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. മനസ്സിലായോ? സോ ലാറ്റിൻ വേർഡായിട്ടുള്ള അനുലസിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അനലിഡ. സോ അനുലസിൻ്റെ മീനിങ് എന്താണ്? ലിറ്റിൽ റിംഗ്. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് അനലിഡ. ഫ്ലാറ്റ് വോംസ് എന്ന് വിളിക്കാനുള്ള കാരണം ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ഉള്ളതുകൊണ്ടും റൗണ്ട് വോംസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ മറ്റൊരു പുതിയ ആളും കൂടെയാണ് അനലിഡ. അനലിഡ എന്ന് വിളിക്കാനുള്ള കാരണം അനുലസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതുകൊണ്ടാണ്. അനുലസിൻ്റെ മീനിങ് ലിറ്റിൽ റിംഗ് ആണ്. അതിൻ്റെ റീസൺ മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. ആ ലിറ്റിൽ റിങ്സിനെ വി ആർ കൺസിഡറിങ് ആറ്റ് സ്മോൾ മെറ്റാമിയേഴ്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി ദേ പൊസസ് longitudinal and circular muscles. They possess longitudinal and circular muscles which helps in locomotion. ഇവർക്ക് longitudinal and circular muscles ഉണ്ട്. ആൻഡ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോക്കോമോഷൻ ആണ്. നേരത്തെ ഇതുപോലെ ലോക്കോമോഷൻ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ലൈക്ക് ആ സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു അത്? ദാറ്റ് ഈസ് ഫോർ ലോക്കോമോഷൻ എന്ന് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? അത് ആർക്കായിരുന്നു?
ഫോർ ടീനോഫോഴ്സ്. 8 എക്സ്റ്റേണൽ സീലിയേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലോക്കോമോഷന് വേണ്ടിയിട്ടുള്ളതെന്നും നമ്മൾ പറഞ്ഞതാണ് ടീനോഫോഴ്സിൻ്റെ കേസിൽ. ക്ലിയർ ആണല്ലോ? അതിൽ ഇനി കൺഫ്യൂഷനൊന്നുമില്ല. സോ അതുപോലെ തന്നെ അനലിറ്റ്സിൻ്റെ കേസിലും പറയുന്നത് ഇവർക്കൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസ് ഉണ്ട്. സോ അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ആ ഒരു സർക്കുലാർ മസിൽസിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസ് ഓർത്ത് വയ്ക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസ് ആണ്. ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലോക്കോമോഷനാണ്. ഇവരുടെ ഫങ്ഷൻ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ലോക്കോമോഷൻ. ക്ലിയർ ആണല്ലോ? സോ ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലോക്കോമോഷനാണ്. അക്വാട്ടിക് അനലിറ്റ്സ് ലൈക്ക് നീരീസ് പൊസസ് ലാറ്ററൽ അപ്പൻഡേജസ്. ഇപ്പം നീരീസ് എന്ന് പറയുന്നത് ഒരു അക്വാട്ടിക് അനലിറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇതിന് ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ടാകും. സി, ഇതാണ് നമ്മുടെ നീരീസ്. ഇതാണ് നമ്മളുടെ നീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മെറ്റാമിയേഴ്സ് പ്രസൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തന്നു. ഓക്കെ, ഇതിനെന്തുണ്ട്? നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദേ ഹാവ് ലാറ്ററൽ അപ്പൻഡേജസ്. ഇവർക്ക് ഇങ്ങനെ സൈഡിൽ ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി ദിസ് ലാറ്ററൽ അപ്പൻഡേജസ് ഇസ് കോൾഡ് പാരപോഡിയ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഫോർ സ്വിമ്മിങ്. അക്വാട്ടിക് അനലീഡാണ്. ദേ ആർ ഇൻ വാട്ടർ. ഓക്കെ, അക്വാട്ടിക് അനലീഡ് എന്ന് പറയുമ്പോൾ വാട്ടറിലാണ്. സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണല്ലോ അവരുടെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത്. സോ അങ്ങനെ അവിടെ സ്വിമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം. അതിനാവശ്യമായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന നീരീസിലെ lateral appendages, and it is known as parapodia. എന്താണ് മക്കളെ? It is known as parapodia. So aquatic annelids possess longitudinal and circular muscles which helps in locomotion. അത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്ത നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് ഈ പാരപോഡിയ. പാരപോഡിയ ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്. ഇപ്പം രണ്ട് ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസിൻ്റെ ഫംഗ്ഷൻ. അതെന്തായിരുന്നു? ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസിൻ്റെ ഫംഗ്ഷനാണ് മക്കളെ ലോക്കോമോഷൻ. ഇനി രണ്ടാമത്തതാണ് നമ്മളുടെ നീരീസിൻ്റെ കേസിൽ. നീരീസ് എന്ന് പറയുന്ന അക്വാട്ടിക് അനലിഡാണ്. അതിന് ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ആ ലാറ്ററൽ അപ്പൻഡേജസിൻ്റെ നെയിം ഓർത്ത് വെക്കണം. ആൻഡ് ദാറ്റ് ഇസ് പാരപോഡിയ. ഈ പാരപോഡിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്. അത് അക്വാട്ടിക് ആണ് ഓർത്ത് വെക്കാൻ നീരീസ്. സോ ഇറ്റ് ഇസ് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. ഇനി എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് പ്രസൻറ്റ്. സർക്കുലേറ്ററി സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞതാണ് ചാപ്റ്ററിൻ്റെ. ദാറ്റ് ഈസ് ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. എന്താണ് ഓപ്പൺ ടൈപ്പ്, എന്താണ് ക്ലോസ്ഡ് ടൈപ്പ് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ബാത്ത് ഇൻ ഇറ്റ്. അതായത് ഇപ്പോൾ നമ്മുടെ ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡ് സെൽസിനെയും ടിഷ്യൂസിനെയും കംപ്ലീറ്റ്ലി ഡയറക്ട്ലി ബാത്ത് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ it doesn't have correct veins അല്ലെങ്കിൽ arteries അല്ലെങ്കിൽ capillaries, separate tubes ഇല്ല പാസ് ഔട്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡിന് പോകാൻ ഈ വഴി, ഡിയോക്സിജനേറ്റഡ് ബ്ലഡിന് പോകാൻ ഈ വഴി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് വെസൽസ് ആർക്ക് ആബ്സെൻ്റ് ആണ്? സർക്കുലേറ്ററി സിസ്റ്റത്തിന് ആബ്സെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയും. ദാറ്റ് ഈസ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാത്ത്ഡ് ഇൻ ഇറ്റ്. അതേസമയം നമ്മൾക്ക് ഇൻഡിവിജ്വൽ, ഇപ്പം നമ്മളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിന് പാസ് ചെയ്യാനൊരു പാത്ത് വേ ഉണ്ട്, ഡിയോക്സിജനേറ്റഡ് ബ്ലഡിന് പാസ് ചെയ്യാനൊരു പാത്ത് വേ ഉണ്ട്. അത് ലങ്സിലോട്ട് എത്തുന്നു, പിന്നെ വീണ്ടും നമ്മളുടെ ഹാർട്ടിലോട്ട് എത്തുന്നു, കാപ്പിലറിയിലോട്ട് പോകുന്നു, വെയിൻസിക്ക് പോകുന്നു, ആർട്ടറിക്ക് പോകുന്നു. ഇങ്ങനെ ഡിഫറെൻറ്റ് പാത്ത് വേസിലൂടെ ഒരുപാട് വെസൽസുകളെ കണക്ട് ചെയ്തിട്ട് ഓരോ വെസലിലൂടെയും ഓരോന്ന് പോകാൻ സമ്മതിക്കുകയെന്നുണ്ടെങ്കിൽ, ഓരോന്നിനും വെസൽസ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അതെന്താണ്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അതർവൈസ് ഇറ്റ് ഈസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. സോ ഹിയർ ഫോർ ദ അനലിറ്റ്സ്, അനലിറ്റ്സിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയാണ് മക്കളെ, ഓർത്ത് വെച്ചോ, ഇറ്റ് ഹാസ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അനലിറ്റ്സിന് എങ്ങനത്തെ സർക്കുലേറ്ററി സിസ്റ്റമാണ് മക്കളെ പ്രസൻ്റ് ആയിട്ടുള്ളത്? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ദ സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാത്ത്ഡ് ഇൻ ദ ബ്ലഡ് എന്നാണോ? അല്ല. ഓക്കെ, ദേ ഹാവ് സെപ്പറേറ്റ് വെസൽസ് ടു പാസ്, ദേ ഹാവ് സെപ്പറേറ്റ് പാത്വേസ് ഫോർ ദ പാസേജ്. ക്ലിയർ ആണല്ലോ? ദേ ഹാവ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇങ്ങനെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഫൈലങ്ങൾ ഇപ്പോൾ പഠിച്ചത് വരെയുള്ള ഫൈലത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഓർത്ത് വെച്ചോ, അനലിറ്റ്സിനാണ് പറയുന്നത്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആർക്ക് തൊട്ടിട്ടാണ് മക്കളെ? അനലിറ്റ്സിൻ്റെ കേസിലാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നെഫ്രീഡിയ ഹെൽപ്സ് ഇൻ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. നെഫ്രീഡിയ എന്ന് പറയുന്ന സംഭവമാണ് അല്ലെങ്കിൽ ഓർഗനാണ് എന്തിനെ സഹായിക്കുന്നത്? ഓസ്മോ റെഗുലേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷനും സഹായിക്കുന്നത്. ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും സഹായിക്കുന്നത് ആരാണ് മക്കളെ? ദാറ്റ് ഈസ് നെഫ്രീഡിയ. ക്ലിയർ ആണല്ലോ? ഇവിടെ ഇപ്പം നമ്മൾ കുറച്ച് പുതിയ വേർഡ്സ് കൂടുതൽ പഠിച്ചില്ലേ?
പാരപ്പോഡിയ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ മെറ്റാമിയസ് സെഗ്മെൻറ്റ്സ് പറഞ്ഞു, പാരപ്പോഡിയ, നെഫ്രീഡിയ. ക്ലിയർ ആണല്ലോ? അതിൽ പാരപ്പോഡിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? ദാറ്റ് ഈസ് ദ ലാറ്ററൽ അപ്പൻഡേജസ് ഓഫ് അക്വാട്ടിക് അനലിഡ്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മെറ്റാമിയേഴ്സ് സെഗ്മെൻറ്റ്സിനെ പറ്റി പറഞ്ഞു. ആൻഡ് ഓൾസോ ഇവരുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ് അത് ലോക്കോമോഷന് സഹായിക്കുന്നുണ്ട് പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ നെഫ്രീഡിയ. ഓക്കെ, നെഫ്രീഡിയ നമ്മളിപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഇവരുടെ ന്യൂറൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർഡ് ഗാംഗ്ലിയ കണക്റ്റഡ് ബൈ ലാറ്ററൽ നെർവ്സ് ടു എ ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. ഇതൊക്കെ നമ്മൾക്ക് എക്സാമിന് ലൈക്ക് അസേർഷൻ റീസണോ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് വൺ എന്നുള്ളത് ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനാണ്. ഓക്കെ, ഈ ലൈനൊക്കെ ദാറ്റ് ഈസ് ഇവർക്കൊരു ന്യൂറൽ സിസ്റ്റം ഉണ്ട്. ആൻഡ് ഈ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗാംഗ്ലിയ. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഗാംഗ്ലിയ എന്ന് പറയുന്നത് പ്ലൂറൽ വേർഡാണ്. ഓക്കെ, ഗാംഗ്ലിയ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് എ പ്ലൂറൽ വേർഡ്. അതിൻ്റെ സിംഗുലർ നെയിം എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ എന്നാണ്. ഗാംഗ്ലിയ പ്ലൂറൽ ആണ്, അതിൻ്റെ സിംഗുലർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഗാംഗ്ലിയോൺ. ക്ലിയർ അല്ലേ? ഗാംഗ്ലിയ പ്ലൂറൽ ആണ്, അതിൻ്റെ സിംഗുലർ ആണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ ലാറ്ററൽ നെർവ്സ് ടു എ ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ലാറ്ററൽ നെർവ്സ്. അത് എവിടേക്കാണ് കണക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ലാറ്ററൽ നെർവ്സ്. വീണ്ടും പറയാണ്, ന്യൂറൽ സിസ്റ്റത്തിൻ്റെ കേസിൽ പെയർഡ് ഗാംഗ്ലിയ ഉണ്ട്. ഈ ഗാംഗ്ലിയ കണക്ട് ചെയ്യുന്നത് ലാറ്ററൽ നെർവ്സിലോട്ടാണ്. ഈ ഗാംഗ്ലിയ കണക്ട് ചെയ്യുന്നത് ഓർത്ത് വെച്ചോ, ഇത് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ന്യൂറൽ സിസ്റ്റത്തിൽ നമുക്ക് എന്തുണ്ട്? പെയർഡ് ഗാംഗ്ലിയ ഉണ്ട് മക്കളെ, പെയർഡ് ഗാംഗ്ലിയ ഉണ്ട്. ഈ പെയർഡ് ഗാംഗ്ലിയ നേരെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഡബിൾ വെൻട്രൽ നെർവ് കോഡിലോട്ടാണ്. ഡബിൾ വെൻട്രൽ നെർവ് കോഡിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഡബിൾ വെൻട്രൽ നെർവ് കോഡിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ക്ലിയർ? ഈ ഡബിൾ വെൻട്രൽ നെർവ് കോഡിലോട്ട് ഏത് വഴിയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബൈ ദ ലാറ്ററൽ നെർവ്സ്. ലാറ്ററൽ നെർവ്സ് വഴി ഡബിൾ വെൻട്രൽ നെർവ് കോഡിലോട്ട് കണക്ട് ചെയ്യും. ആരെ? പെയർഡ് ഗാംഗ്ലിയനെ ഡബിൾ വെൻട്രൽ നെർവ് കോഡിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഡബിൾ വെൻട്രൽ നെർവ് കോഡിലോട്ട് കണക്ട് ചെയ്യുന്നത് ത്രൂ ദ ലാറ്ററൽ നെർവ്സ്. ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഈ ഗാംഗ്ലിയ എന്ന് പറയുന്ന പ്ലൂറൽ വേർഡാണ്, അതിൻ്റെ സിംഗുലർ വേർഡ് എന്താണ്? ദാറ്റ് ഈസ് ഗാംഗ്ലിയോൺ. ക്ലിയർ? ഇനി നീരീസ് എന്ന് പറയുന്നത് അക്വാട്ടിക് ഫോമാന്ന് പറഞ്ഞു. നീരീസിനാണ് പാരപ്പോഡിയ പ്രസൻ്റ് ആയിട്ടുള്ളത്, ലാറ്ററൽ അപ്പൻഡേജസ് ഫോർ സ്വിമ്മിങ്. ഓക്കെ, ഇനി ഈ നീരീസ് എന്ന് പറയുന്ന അക്വാട്ടിക് ഫോം ഇസ് ഡയേഷ്യസ്. എന്താണ് ഡയേഷ്യസ് എന്ന് വെച്ചാൽ? സെക്സസ് ആർ സെപ്പറേറ്റഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡയേഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? സെക്സസ് ആർ സെപ്പറേറ്റഡ്. ദാറ്റ് ഈസ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എന്താണ് മക്കളെ? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ സെപ്പറേറ്റഡ്. സെക്സസ് ആർ സെപ്പറേറ്റഡ്. ബട്ട് earthworms ആൻഡ് ലീച്ചസ് ആർ മൊണേഷ്യസ്. earthwormsഉം ലീച്ചസും മൊണേഷ്യസ് ആണ്. എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ലൈക്ക് ഈ പറയുന്ന അനലിഡ്സിൽ ഏതൊക്കെയാണ് ഡയേഷ്യസ്, ഏതൊക്കെയാണ് മൊണേഷ്യസ് എന്ന് ക്വസ്റ്റ്യൻസ് വരും. ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഡയേഷ്യസ് അല്ലെങ്കിൽ എന്താണ് മൊണേഷ്യസ് എന്നാണ്. ഡയേഷ്യസ് എന്താണ് മക്കളെ? ഡയേഷ്യസ് എന്ന് വെച്ചാൽ സെക്സസ് ആർ സെപ്പറേറ്റഡ്, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇനി മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്. ദാറ്റ് ഈസ് ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റ്ലി ഡിസ്റ്റിങ്ക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? സോ നീരീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയേഷ്യസ് എന്ന് വെച്ചാൽ അതിന് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം earthwormsൻ്റെ കേസിലാണെങ്കിലും ലീച്ചസിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ നമുക്ക് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന സെപ്പറേഷൻ പോസിബിൾ അല്ല. ക്ലിയർ ആണോ? മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന സെപ്പറേഷൻ ആർക്ക് പോസിബിൾ അല്ല? earthwormsനും പോസിബിൾ അല്ല, അതുപോലെ തന്നെ ലീച്ചസിനും പോസിബിൾ അല്ല. ഓക്കെ, ഇനി റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൈലം അനലിഡയിൽ പഠിക്കാനുള്ളത്. ഫൈലം അനലിഡയിൽ നമുക്ക് പഠിക്കാനുള്ളത് കംപ്ലീറ്റ് നമ്മൾ ഓരോരോ ലൈന് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, അത് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുക, നോട്ട് എഴുതി തന്നെ പഠിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ഇവരുടെ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതുവരെ പഠിച്ച ഒരു ഫൈലത്തിലും അതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. സോ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഇവരുടെ മൊണേഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ വേറെ പറഞ്ഞു, ഡയേഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ വേറെ പറഞ്ഞു. സോ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം കിട്ടും, ദെയർ സെക്സസ് ആർ സെപ്പറേറ്റഡ് എന്ന് നമുക്ക് ഓൾറെഡി ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയാനുള്ളത്. സി എക്സാമ്പിൾസിലെ ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം പറഞ്ഞ നീരീസ് തന്നെയാണ്. നീരീസസ് ഫസ്റ്റ് വൺ എന്താണ് മക്കളെ?
ദാറ്റ് ഈസ് നീരീസ്. സെക്കൻഡ് വൺ ഫെറേറ്റിമ അല്ലെങ്കിൽ എർത്ത് വോം. ഫെറേറ്റിമ അതല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? എർത്ത് വോം. ഹിരൂഡിനേറിയ ദാറ്റ് ഇസ് ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഹിരൂഡിനേറിയ അല്ലെങ്കിൽ ബ്ലഡ് സക്കിംഗ് ലീച്ച് എന്നാണ് അടുത്തൊരു എക്സാമ്പിൾ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സി, ഇതിൽ ലീച്ചും എർത്ത് വോമും എന്താണ്? മൊണേഷ്യസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നീരീസ് എന്ന് പറയുന്നത് എന്താണ്? ഡയേഷ്യസ് ആണ്. നീരീസ് എന്ന് പറയുന്നത് ഡയേഷ്യസ് ആണ്. ലീച്ചസ് ആൻഡ് എർത്ത് വോം എന്ന് പറയുന്നത് മൊണേഷ്യസ് ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫൈലത്തിൽ പഠിക്കാനുള്ളത്. നൗ വി ഹാവ് ടു മൂവ് ഫോർ ദ ഡയഗ്രാം. ഞാൻ പറഞ്ഞു ഈ ഒരു അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം മൈൻഡിലേക്ക് എന്ത് ഓടി വരണം? അതിൻ്റെ ഡയഗ്രാംസ് ഓടി വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ മെറ്റാമെറിക് സെഗ്മെൻറ്റേഷൻ. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റിനായി, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായി. സോ ദിസ് ഈസ് ദ നീരീസ്. നീരീസ് എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്, ഇവിടെ കാണുന്നതാണ് എന്ത്? നീരീസ്. ക്ലിയർ ആണല്ലോ മക്കളെ? എന്തൊക്കെയായിരുന്നു നമ്മൾ നീരീസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്? പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്തേ. ഇതാണല്ലോ നീരീസ്. നീരീസിനെ കണ്ടാൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവുന്ന കാര്യം ഇവർക്ക് സെഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണ്. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ മെറ്റാമിയേഴ്സ് പ്രസൻ്റ് ആണ്. ഇവർക്ക് എന്തുണ്ട്? ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്. ലാറ്ററൽ അപ്പൻഡേജസിനെ വിളിക്കുന്ന പേരെന്താണ്? പാരപ്പോഡിയ. പാരപ്പോഡിയ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ സഹായിക്കുന്നത്? ഫോർ സ്വിമ്മിങ്. പാരപ്പോഡിയ ഫോർ സ്വിമ്മിങ്. കാരണം എന്താ? നീരീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അക്വാട്ടിക് അനലീഡ്. ഇതൊരു അക്വാട്ടിക് അനലീഡാണ്. നീരീസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് അക്വാട്ടിക് അനലീഡ്. ഇതൊരു അക്വാട്ടിക് അനലീഡാണ്. ക്ലിയർ ആണോ? ഒരു അക്വാട്ടിക് അനലീഡാണ്. അതിൻ്റെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടാണ് പാരപ്പോഡിയ എന്ന് പറയുന്ന ലാറ്ററൽ അപ്പൻഡേജസ് സഹായിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു പ്രത്യേകത എന്താണ് നീരീസിൻ്റെ? ഇറ്റ് ഈസ് മൊണേഷ്യസ്. എന്താണ് മൊണേഷ്യസ്? സെക്സസ് ആർ സെപ്പറേറ്റഡ്. ദാറ്റ് ഈസ് മെയിൽ ഫീമെയിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു പിക്ചർ നോക്ക് മക്കളെ. ദിസ് ഈസ് ദ ഹിരൂഡിനേറിയ. ഹിരൂഡിനേറിയനെ വിളിക്കുന്ന മറ്റൊരു നെയിം എന്താണ്? ദാറ്റ് ഈസ് ബ്ലഡ് സക്കിംഗ് ലീച്ച്. ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഹിരൂഡിനേറിയ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഹിരൂഡിനേറിയ എന്ന് വെച്ചാൽ ബ്ലഡ് സക്കിംഗ് ലീച്ച് ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഇതോടുകൂടെ നമ്മളുടെ 6th ഫൈലമായിട്ടുള്ള അനലിഡയും വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 6 ഫൈലങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫൈലം പോരിഫെറ. ദ സെക്കൻഡ് ഫൈലം ഇസ് സീലൻഡ്രേറ്റ ഓർ നിഡോറിയ. ദ തേർഡ് ഫൈലം എന്ന് പറയുന്നത് ടീനോഫോറ. ഫോർത്ത് ഫൈലം എന്തായിരുന്നു? പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അനലിഡ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇതിൽ 2 നെയിം വരുന്നത്. 2 നെയിം എന്ന് വെച്ചാൽ ഞാൻ കോമൺ നെയിം അല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് തന്നെ 2 നെയിം വരുന്നത് ആരാണ്? നമ്മുടെ സെക്കൻഡ് ഫൈലം ദാറ്റ് ഇസ് സീലൻഡ്രേറ്റ ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നിഡോറിയ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 6 ഫൈലം പഠിച്ചപ്പോൾ വൈൻഡപ്പ് ചെയ്തത്. നൗ വി ആർ മൂവിങ് ടു അവർ 7th ഫൈലം. ഓക്കെ. നമ്മുടെ 7th ഫൈലം എന്ന് പറയുന്നത് ഫൈലം ആർത്രോപോഡയാണ്. ലൈക്ക് നമുക്ക് പൊതുവേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ സറൗണ്ടിങ്സിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളതാണ് ഫൈലം ആർത്രോപോഡ. ഓക്കെ. ബാക്കിയുള്ളവരിപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്ലഡ് സക്കിംഗ് ലീച്ച് ആണെങ്കിലും നമ്മളെപ്പോഴും കാണുന്ന ലീച്ച് നമ്മളെപ്പോഴും കാണുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ റൗണ്ട് വോംസ് ആയിക്കോട്ടെ, അനദർ എക്സാമ്പിൾസ് കുറേ സ്കാരിസിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പ്ലാറ്റിഹെൽമിന്തസിൻ്റെ കേസിലാണെങ്കിലും നമ്മളെപ്പോഴും കാണുന്ന ആളുകളല്ല. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, സ്കോർപ്പിയൻ ആയിക്കോട്ടെ, പ്രോൺസ്, ഇതൊക്കെ നമ്മളെപ്പോഴും കാണുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ സറൗണ്ടിങ്സിൽ നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന കുറച്ച് ആളുകളെ പറ്റിയിട്ട് പഠിക്കുന്നത് എവിടെയാണ്? ഫൈലം ആർത്രോപോഡയിലാണ്. സി, ദ വേർഡ് ആർത്രോപോഡ എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഓക്കെ. ദ വേർഡ് ആർത്രോപോഡ. എന്താണ് മക്കളെ ആർത്രോപോഡ എന്ന് വെച്ചാൽ? സി, ആർത്രോപോഡനെ ഇങ്ങനെ പറയാം, ആർത്രോസ്, അതുപോലെ തന്നെ പോഡ. ഇങ്ങനെ 2 വേർഡ്സ് ആക്കിയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം ആർത്രോപോഡനെ. ക്ലിയർ? ഞാൻ ആദ്യം അതിൻ്റെ മീനിങ്ങോട് പറഞ്ഞുതരാം. എന്താണ് ആർത്രോസ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ജോയിൻസ്. ആർത്രോസ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ജോയിൻസ്. ക്ലിയർ? എന്താണ് പോഡ എന്ന് വെച്ചാൽ? പോഡ എന്ന് വെച്ചാൽ നമ്മളുടെ പോഡയല്ല, ആൻഡ് ദാറ്റ് ഈസ് അപ്പൻഡേജസ്. ക്ലിയർ ആണോ? ആർത്രോസ് എന്ന് വെച്ചാൽ ജോയിൻസും, പോഡ എന്ന് വെച്ചാൽ അപ്പൻഡേജസും ആണ്. ഇതാണ് അതിൻ്റെ മീനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും. ജോയിൻസും അപ്പൻഡേജസും, ഇതാണല്ലോ ആ വേർഡിൻ്റെ മീനിങ്. ദാറ്റ് ഈസ് ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ളവരാണ് മക്കളെ ഫൈലം ആർത്രോപോഡയിലുള്ളത്. ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ് ഇവരുടെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ജോയിൻറ്റഡ് അപ്പൻഡേജസ് പ്രസൻ്റ് ആണെന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ?
നൗ വി ക്യാൻ മൂവ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 ഫൈലംസ് ഉണ്ട്. അത് എല്ലാ ഫൈലംസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയുന്ന അങ്ങനെയല്ല. ഏതാണ് ലാർജസ്റ്റ് ഫൈലം, ഏതാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം, ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈവൻ ഇഫ് യു ആർ ചെക്കിംഗ് ദ PYQs ഓർ ഈവൻ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് വർക്കൗട്ട്സ്, അതായത് ടെക്സ്റ്റ് ബുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ലാർജസ്റ്റ് ഫൈലം, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. So here we are going to learn the largest phylum of the animal kingdom, and that is phylum Arthropoda. Clear ആണോ മക്കളെ? So phylum Arthropoda എന്ന് പറയുന്നതാണ് largest phylum of animal kingdom. It is the largest phylum of animal kingdom. ഓർത്തു വെച്ചോ, largest phylum of Animalia which includes insects. എന്തുകൊണ്ടാണ് ഇത് ലാർജസ്റ്റ് ഫൈലം ആയത്? നമ്മളുടെ ആ ഒരു ലൈനിൽ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസെക്ട്സ്. നമ്മൾ ടോട്ടൽ അനിമൽ കിങ്ഡം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന അനിമൽ കിങ്ഡം അല്ലെങ്കിൽ അനിമൽ സ്പീഷീസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളുടെ സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ, ഐ തിങ്ക് സോ എക്കോസിസ്റ്റം ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്കൊരു കോളംസ്, ടാബുലാർ കോളംസ് അല്ല, കുറച്ച് സർക്കുലർ ഡയഗ്രാംസ് പഠിക്കാനുണ്ട്. ഓക്കെ, കമ്പയറിങ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രസൻസ്, അതായത് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻസെക്ട്സ് ഉള്ളത്, എത്ര പെർസെൻറ്റേജ് ആണ് ബേർഡ്സ് ഉള്ളത്, എത്ര പെർസെൻറ്റേജ് ആണ് ഫിഷസ് ഉള്ളത്, അല്ലെങ്കിൽ മാമൽസ് എത്ര പെർസെൻറ്റേജ് ആണ്, ഇങ്ങനെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ കുറേ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ടോട്ടൽ അനിമൽ കിങ്ഡം എടുക്കുന്ന സമയത്ത് ആ ടോട്ടൽ അനിമൽ കിങ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരെയെന്നറിയോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മക്കളെ നിങ്ങൾ? നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക ഇൻസെക്ട്സിനെയാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ടോട്ടൽ ആനിമൽ സ്പീഷീസിൽ 7/10 ആരെന്നാണ്? ഇൻസെക്ട്സ് ആണ്. ക്ലിയർ? അങ്ങനെയാണ് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രത്തിൽ കറക്റ്റ് പറയുന്നുണ്ട്. എക്കോസിസ്റ്റത്തിലാണ്, ഐ ആം നോട്ട് ഷുവർ മച്ച്, എക്കോസിസ്റ്റത്തിലാണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിലെങ്ങാണ്ട് ഒരു പേജിൽ നമുക്ക് ആ ഒരു ബോക്സിലാക്കി ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ കറക്റ്റ് പറയുന്നുണ്ട് ഫിഷസ്, മാമൽസ്, അതുപോലെ തന്നെ അക്വാട്ടിക് ആനിമൽസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പ്ലാന്റ്സ്, ആൻജിയോസ്പേംസ്, ഫംഗൈ, ഇതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഒരു സർക്കിളിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്ന് എത്ര പെർസെൻറ്റേജ് ആണ്, ഏതാണ് കൂടുതൽ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. വി വിൽ ലേൺ ദർ. ഓക്കെ, നമുക്ക് അവിടെ എത്തുമ്പോൾ അത് എന്ത് ചെയ്യാം, പഠിക്കാം. സോ ഹിയർ ഐ എം സേയിങ് ദാറ്റ് നമ്മളൊരു അനിമൽ കിങ്ഡം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആരെയാ മക്കളെ കാണുക? ഇൻസെക്ട്സിനെയാണ് കാണുന്നത്. ഈ ഇൻസെക്ട്സ് പ്രസൻ്റ് ആയിട്ടുള്ള ഫൈലമാണ് ആർത്രോപോഡ. അതുകൊണ്ട് തന്നെയാണ് ഇത് ലാർജസ്റ്റ് ഫൈലം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കാരണം ഇതിൽ ഇൻസെക്ട്സ് പ്രസൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻസെക്ട്സിനെയല്ലേ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ദി ആനിമേലിയ. ക്ലിയർ? നമുക്ക് എക്സാമിന് ചിലപ്പം അല്ല ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം, നമ്മളത് ശ്രദ്ധിക്കാണ്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമേലിയ വിച്ച് ഇൻക്ലൂഡ്സ് ഇൻസെക്ട്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഓവർ 2/3 ഓഫ് ഓൾ നെയിംഡ് സ്പീഷീസ് ഓൺ എർത്ത് ആർ ആർത്രോപോഡ്സ്. ഇന്ന് എർത്തിൽ നെയിം ചെയ്തിട്ടുള്ള സ്പീഷീസിൽ 2/3 എത്രയാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എത്ര ഉണ്ടാവും എന്നുള്ളത്. 2/3 ആർത്രോപോഡ്സ് ആണ്. ഓക്കെ, ഇന്ന് എർത്തിൽ നെയിം ചെയ്തിട്ടുള്ള ആനിമൽസിൽ 2/3 എന്താണ്? ദാറ്റ് ഈസ് സ്പീഷീസിൽ, ടോട്ടൽ നെയിംഡ് സ്പീഷീസിൽ 2/3 എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ആർത്രോപോഡ്സ്. ക്ലിയർ? ആൻഡ് ദേ ഹാവ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതിനിപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു പ്ലാറ്റി ഹെൽമിന്തസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിച്ചത്. അതിൻ്റെ താഴേക്ക് അങ്ങോട്ട് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. ആഷൽമിന്തസ് എന്തായിരുന്നു? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. സോ ഇവിടെ ആർത്രോപോഡ എന്തെന്നാണ്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. ബൈലാറ്ററൽ സിമെട്രി ആണ്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതിലും കൺഫ്യൂഷൻ ഇല്ല. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് സെഗ്മെൻറ്റഡ്. ക്ലിയർ? അതിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ നമ്മളുടെ പ്രോൺസിനെയൊക്കെ ആലോചിക്കുക. ഓക്കെ, പ്രോൺസിനെ ആലോചിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പറയുന്ന സ്കോർപ്പിയൻ ആലോചിക്കുക, പ്രോൺസിനെയൊക്കെ ആലോചിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക, അവർക്ക് സെഗ്മെൻറ്റ്സ് പ്രസൻ്റ് അല്ലേ? പ്രോൺസിൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റ്സ് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് സെപ്പറേറ്റ്ലി ഇങ്ങനെ സെഗ്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ പറയുന്ന ലൊക്കസ്റ്റിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്കോർപ്പിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ സെഗ്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ആലോചിക്കുക. നിങ്ങൾ ഡയഗ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കുക. ചില
പാനലിറ്റ്സിൻ്റെ കേസിലാണെങ്കിലും ഈ പറയുന്ന ആർത്രോപോഡ്സിൻ്റെ കേസിലാണെങ്കിലും ഡയഗ്രാംസ് ആലോചിക്കുക. ആർത്രോപോഡ്സിൻ്റെ എക്സാമ്പിൾസ് ഇപ്പോൾ എന്തായാലും നമുക്ക് ഓർമ്മയുണ്ടാകും. ആർത്രോപോഡ്സ് പൊതുവേ ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ ഭയങ്കര ഈസിയാണ്, നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഫൈലമാണ്. കാരണം എന്താ വെച്ചാൽ റിലേറ്റ് ചെയ്ത് പഠിക്കാം. നമ്മളുടെ സറൗണ്ടിങ്സിൽ നമ്മളുടെ ചുറ്റും ഇന്ന് കാണുന്ന മിക്കതും ആർത്രോപോഡ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും, ഒന്നും കൂടെ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു. ക്ലിയർ ആണല്ലോ മക്കളെ? സോ സെഗ്മെൻറ്റഡ് ആണ്, ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, ഇതിലൊന്നും ഇനിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ സീലോമേറ്റ് അനിമൽസ് ആണ്. കാരണം ആഷൽമിന്തസ് മുതൽ താഴോട്ടുള്ളവരൊക്കെ എന്താണ്? സീലോമേറ്റ് ആണ്. മേലോട്ടുള്ള സ്പോഞ്ചസ് ഒഴികെ അസീലോമേറ്റ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് സീലോമേറ്റ് അനിമൽസ്. The body of arthropods is covered by chitinous exoskeleton. Very important. Okay. Exoskeleton എന്ന് മാറ്റിയിട്ട് എക്സാം പേപ്പറിൽ എൻഡോസ്കെലിറ്റൺ എന്ന് കൊടുക്കും. കൈറ്റിനസ് എന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കാൽസ്യം കാർബണേറ്റിനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റിത്തരാം. നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ദ ബോഡി ഓഫ് ആർത്രോപോഡ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ ആണ്. അവരുടെ എക്സോസ്കെലിറ്റൺ എന്ന് വെച്ചാൽ ഔട്ടർ സൈഡ് ഓഫ് ദ സ്കെലിറ്റൺ. ഔട്ടർ സൈഡ് ഓഫ് ദ സ്കെലിറ്റൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? കൈറ്റിൻ. കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ ആണ്. ഈ കൈറ്റിൻ മുന്നേ എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ മക്കൾക്ക്? കൈറ്റിൻ എന്ന് പറയുന്നത് ഏതിൻ്റെ സെൽ വോളായിട്ടാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്ക്. നമ്മൾ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പറഞ്ഞ സമയത്ത് സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ, നോൺ സെല്ലുലോസിക് ആണ്, സെല്ലുലോസിക് ആണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അടുത്ത ചാപ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈറ്റിൻ എന്ന് പറയുന്നത് ഫംഗൈയുടെ സെൽ വാൾ അല്ലേ? ഓർക്കുന്നില്ലേ? അതും ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഹിയർ അബൌട്ട് ആർത്രോപോഡ്സ്, ദ ഔട്ടർ skeleton അല്ലെങ്കിൽ the exoskeleton എന്ന് വെച്ചാൽ എന്താ? ഔട്ടർ സൈഡ് ഓഫ് ദ സ്കെലിറ്റൺ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിനസ്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. അതുകൊണ്ടാണ് കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇനി ദ ബോഡി കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ പാർട്സ് ആണ് മക്കളെ ഒരു ആർത്രോപോഡിനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ? ഒരു പ്രോൺസിനെ പറ്റിയിട്ട് ചിന്തിക്കുക. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ പ്രോൺസ് കൊണ്ടുവരാറുണ്ട്. ലൈക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ ഒക്കെ കഴിക്കാറുള്ളതല്ലേ പ്രോൺസ്? വാട്ട് എവർ ഇറ്റ് മേ ബി. നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്ക്. മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകും. ഇനി ചില കുട്ടികൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. ചിലർക്ക് ഈ പ്രോൺസ് തീരെ പറ്റത്തില്ല. ഓക്കെ, ആ ഭാഗത്തേക്ക് അവർ പോവില്ല. ഇനി അങ്ങനത്തെവരുണ്ടെങ്കിലും നിങ്ങൾ പിക്ചറൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും കൂടെ റിലേറ്റ് ചെയ്യാൻ ഈസി ഈ പ്രോൺസിനെ വെച്ചിട്ട് പഠിക്കുന്നതാണ്. പ്രോൺസിനെ ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് പഠിക്കുമ്പോൾ നമുക്കൊന്നും കൂടെ സെഗ്മെൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ആ പ്രോൺസിനെ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെഡ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, പ്രോൺസിന് എന്തുണ്ടെന്ന് മനസ്സിലാകും? ഹെഡ് ഉണ്ടെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ അവർക്കൊരു തൊറാക്സ് റീജിയൻ ഉണ്ടെന്ന് മനസ്സിലാകും, ഒരു അബ്ഡോമിനൽ റീജിയൻ ഉണ്ടെന്ന് മനസ്സിലാകും. നമുക്ക് അവരുടെ പാർട്സ് എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അല്ലാതെ അതിൻ്റെ ബ്യൂട്ടി ആസ്വദിച്ചിരിക്കണം എന്നല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. നോക്കിയിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നീട് നിങ്ങൾക്ക് കാണുമ്പം ആ വീട്ടിലൊക്കെ ഇങ്ങനെ ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ പ്രോൺസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇത് ആർത്രോപോഡാണ്, ഇതെന്തല്ല ഫിഷ് അല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെ പറഞ്ഞെടുത്ത് നോക്കൊണ്ടു നമ്മളോട് നിങ്ങൾ കഴിക്കണ്ടെന്ന് പറയും അല്ലേ? വീട്ടിൽ പോയിട്ട് നമ്മൾ ഉമ്മച്ചീൻ്റെ അടുത്ത് ഈ പ്രോൺസ് ആർത്രോപോഡ് എന്ന് പറഞ്ഞ ഫൈലത്തിൽ പെട്ടതാണ്, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതൊരു ഫിഷ് അല്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഓക്കെ, സോ നമ്മളെന്താ മക്കളെ പറഞ്ഞത്? നമ്മൾ അബ്ഡോമൻ അതുപോലെ ഇവരുടെ ഒരു ബോഡി പാർട്സ് ആണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3. അതായത് 3 പാർട്സ് ആയിട്ടാണ് ഇവർക്കുള്ളത്. ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ക്ലിയർ ആണല്ലോ? ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവരുടെ നെയിമിൽ നിന്നുള്ള ലൈക്ക് ആർത്രോപോഡ്സ്, ആർത്രോസ് എന്നുള്ളതിൻ്റെ മീനിങ് ജോയിൻസ് ആണെന്ന് പറഞ്ഞു. പൊട എന്ന് വെച്ചാൽ അപ്പൻഡേജസ് ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഹാസ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. ഇവർക്ക് എന്തുണ്ട്? ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉണ്ട്. സി ഇവിടെ അത് പറയുന്നുണ്ട് മക്കളെ. ദാറ്റ് ഈസ് ആർത്രോസ് എന്ന് വെച്ചാൽ ജോയിൻ്റ് ആണ്. ആർത്രോസ് എന്ന് വെച്ചാൽ ജോയിൻ്റ് ആണ്. പൊട എന്ന് വെച്ചാൽ അപ്പൻഡേജസ് ആണ്. ക്ലിയർ? ഇനി അടുത്ത് പറയുന്നത് ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇവർക്ക് റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ട്. ഇതുവരെ നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ആർത്രോപോഡ് വരെയുള്ള ഫൈലത്തിൽ നമ്മളങ്ങനെ സെപ്പറേറ്റ് റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല.
സോ ആർത്രോപോഡയിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് വരുന്ന, പ്രത്യേകിച്ചും മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരുന്ന ഒന്നാണ് റെസ്പിറേറ്ററി ഓർഗൻസ് ഓഫ് ആർത്രോപോഡ്സ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഗിൽസ്, ബുക്ക് ലെങ്സ് ഓർ ട്രക്കിയൽ സിസ്റ്റം. ഇങ്ങനെയൊക്കെ റെസ്പിറേറ്ററി ഓർഗൻസ് ആർക്ക് പ്രസൻ്റ് ആണ് മക്കളെ? ഫോർ ആർത്രോപോഡ്സ്. പൊതുവേ ഗിൽസ് കണ്ടിട്ടില്ലേ? ഫിഷൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഉമ്മച്ചിമാരത് കട്ട് ചെയ്യുമ്പം അവരിങ്ങനെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് കളയുന്നൊരു സംഭവമുണ്ട്, നോക്കുകൊണ്ടു. ഓക്കെ, ചിലരത് എടുത്തിട്ട് കളയുന്ന നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിലിങ്ങനെ ഞാൻ വേണമെങ്കിൽ വരച്ചിട്ട് കാണിച്ചു തരാം. വീട്ടിലൊന്ന് നോക്കുക, ഫിഷൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് നോക്കുക. ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സംഭവം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദിസ് ഇസ് ദി ഗിൽസ്. വീട്ടിലൊന്ന് നോക്കുക. വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അമ്മച്ചിൻ്റെ അടുത്ത് പറയാം, ഒന്ന് വെയിറ്റ് ആക്കി എനിക്ക് ഗിൽസ് ഒന്ന് നോക്കണം എന്ന് പറയാം, എന്നിട്ട് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, അതാണ് ഗിൽസ് എന്ന് പറഞ്ഞാൽ. ഇനി ബുക്ക് ലെങ്സ്, മറ്റ് റെസ്പിറേറ്ററി ഓർഗൻസ് എന്തൊക്കെയാണ്? ഗിൽസ് ഉണ്ട്, ഗിൽസ് ഉണ്ട്, ബുക്ക് ലെങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രക്കിയൽ സിസ്റ്റം ഉണ്ട്. ട്രക്കിയൽ സിസ്റ്റവും കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ പറയുന്ന ആർത്രോപോഡ്സിൽ നമ്മളുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്ത നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ടാണ് കിടക്കുന്നത്. മക്കളെ, സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ഉണ്ട്, ക്ലോസ്ഡ് ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ക്ലിയർ? സോ ഇവരുടെ, അതായത് ആർത്രോപോഡ്സിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ഓപ്പൺ ടൈപ്പ്. എന്താണ് ഓപ്പൺ ടൈപ്പ്? ഞാൻ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഓപ്പൺ ടൈപ്പ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ബാത്ത്ഡ് ഇൻ ദ ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് പമ്പ് ഔട്ട് ചെയ്യുന്ന ബ്ലഡ് ഈ ഡയറക്ട്ലി സെൽസിലോട്ടും ടിഷ്യൂസിലോട്ടും പോകുന്നതാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതായത് സെപ്പറേറ്റ് വെസൽസ് അവർക്ക് ആബ്സെൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ഇവർക്ക് ആർത്രോപോഡ്സിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി റെസ്പിറേറ്ററി ഓർഗൻസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഗിൽസ്, ബുക്ക് ലെങ്സ്, അതുപോലെ തന്നെ ട്രക്കിയൽ സിസ്റ്റം. രണ്ടാമത് സർക്കുലേറ്ററി സിസ്റ്റവും നമ്മൾ പറഞ്ഞു. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ടൈപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവരുടെ സെൻസറി ഓർഗൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ആർത്രോപോഡ്സിൻ്റെ സെൻസറി ഓർഗൻസ് ആണ് മക്കളെ. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ആൻറ്റിന, ഐസ്. ഐസിന് രണ്ട് ടൈപ്പ് ഉണ്ട്. കോമ്പൗണ്ട് ഐസും ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിൾ ഐസും ഉണ്ട്. കോമ്പൗണ്ട് ഐസും ഉണ്ട്, സിമ്പിൾ ഐസും ഉണ്ട്. ക്ലിയർ? ഓക്കെ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. റെസ്പിറേറ്ററി സിസ്റ്റം പറഞ്ഞു, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റവും പറഞ്ഞു. നൗ സെൻസറി ഓർഗൻസ് ഏതാണ്? ഐസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റിന ആൻഡ് സ്റ്റാറ്റോസിസ്റ്റ്, ബാലൻസിങ് ഓർഗൻസ് എക്സെട്ര. ഇതൊക്കെയാണ് ഇവരുടെ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. 4 നെയിംസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. ആൻറ്റിന, ഐസ്, സ്റ്റാറ്റോസിസ്റ്റ് ആൻഡ് ബാലൻസിങ് ഓർഗൻസ്. ക്ലിയർ ആണല്ലോ? ഐസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് കോമ്പൗണ്ട് ഐ ആൻഡ് സിമ്പിൾ ഐ. നമുക്ക് അങ്ങനെ ഉണ്ടോ? നമുക്ക് കോമ്പൗണ്ട് ഐയും സിമ്പിൾ ഐ ഒക്കെ ഉണ്ടോ? ഇല്ല. അപ്പം ആർത്രോപോഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് കോമ്പൗണ്ട് ഐ ആൻഡ് സിമ്പിൾ ഐ, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഐസിൽ തന്നെ. ഇനി എക്സ്ക്രീഷനാണ്. എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. നേരത്തെ നമ്മൾ എക്സ്ക്രീഷൻ പറഞ്ഞത് എക്സ്ക്രീറ്ററി പോറിലൂടെ എന്നാണ് പറഞ്ഞത്. ബോഡി ക്യാവിറ്റിയിൽ നിന്നുള്ള എക്സ്ക്രീഷൻ പ്രോസസ്സ് നടക്കുന്നത് എക്സ്ക്രീറ്ററി പോറിലൂടെ എന്ന് പറഞ്ഞിട്ടില്ലേ? ഓർക്കുന്നില്ലേ മക്കളെ? അതുപോലെ ഇവിടെ എക്സ്ക്രീഷൻ നടക്കുന്നത്, ഫൈലം ആർത്രോപോഡയിലെ എക്സ്ക്രീഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ത്രൂ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, PYQസിൽ വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് തരും. എക്സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതലും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. കൂടുതലും ഇങ്ങനെയും വരും. ഓക്കെ, സോ എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ത്രൂ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. ഓൾ ഓഫ് ദം ആർ ഡയേഷ്യസ് എന്നാണോ പറഞ്ഞത്? അല്ല, ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ് എന്നാണ് പറഞ്ഞത്. മിക്ക ആളുകളും എന്താണ്? ഡയേഷ്യസ് ആണ്. ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. ക്ലിയർ ആണോ മക്കളെ? എന്താണ് ഡയേഷ്യസ് എന്ന് വെച്ചാൽ? സെക്സസ് ആർ സെപ്പറേറ്റ്. ഡയേഷ്യസ് എന്ന് വെച്ചാൽ സെക്സസ് ആർ സെപ്പറേറ്റ്, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡയേഷ്യസും മൊണേഷ്യസും മിക്ക കുട്ടികൾക്കും മാറിപ്പോവും. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ക്ലാസ്സിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ എവിടെയൊക്കെ ഡയേഷ്യസ് എന്ന് കാണുന്നു അവിടെയൊക്കെ ഞാൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ സെപ്പറേറ്റ്, സെക്സസ് ആർ സെപ്പറേറ്റ് ആൻഡ് ഓൾസോ മെയിൽസ് ആർ ഫീമെയിൽസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, വി ക്യാൻ ക്ലാസിഫൈ ദം, വി ക്യാൻ കാറ്റഗറൈസ് ദം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ് ഫോർ ദാറ്റ്. സോ ഹിയർ നമ്മൾ പഠിച്ച ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. എക്സ്ക്രീഷൻ ഓഫ് ആർത്രോപോഡ്സ് ടേക്സ് പ്ലേസ് ത്രൂ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആൻഡ് ഓൾസോ ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. ഈ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ മക്കളെ.
ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഓൾ ഓഫ് ദം ആർ ഡയേഷ്യസ് നോ, സം ഓഫ് ദം ആർ ഡയേഷ്യസ് നോ അല്ല. ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. ഇനി ഫെർട്ടിലൈസേഷൻ നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും. ഞാൻ പറഞ്ഞു നമ്മളുടെ ചുറ്റും കാണുന്ന മിക്ക ഇൻസെക്ട്സിനെ പറ്റിയിട്ട് ആലോചിക്കാം. ദ ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി ഇൻറ്റേർണൽ. ഓക്കെ, ഇനി മോസ്റ്റ്ലി ഓവിപാരസ് ആണ്. എന്താ ഓവിപാരസ് എന്ന് വെച്ചാൽ? ലൈക്ക് എഗ് ത്രൂ റീപ്രൊഡക്ഷൻ നടക്കുന്നതാണ് മക്കളെ ഓവിപാരസ് എന്ന് വെച്ചാൽ. ഓക്കെ, അത് ഓവിപാരസ് ഉണ്ട്, വിവിപാരസ് ഉണ്ട്. അപ്പം നമ്മളൊക്കെ വിവിപാരിറ്റി കാണിക്കുന്നവരാണ്. എന്താ വിവിപാരിറ്റി എന്ന് വെച്ചാൽ? അതായത് ബേർത്ത് നൽകുന്നവരാണ് വിവിപാരസ് എന്ന് പറയുന്നത്. ഓവിപാരസ് എന്ന് വെച്ചാൽ എഗ് ഹാച്ചിങ് വഴി നടക്കുന്നവരാണ്. ഓക്കെ, എഗ് ഹാച്ചിങ് വഴി നെക്സ്റ്റ് ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ഓവിപാരസ് എന്ന് വെച്ചാൽ. ഞാൻ ഓർത്ത് വയ്ക്കുന്ന ഒരു മാർഗം പറഞ്ഞുതരാം. ഓവിപാരസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ എഴുതുക? ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഓ. ഇറ്റ് ഈസ് എഗ്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ഓർത്ത് വയ്ക്കാറ്. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, നമ്മൾ ഇത് പഠിച്ച സമയത്ത് നമ്മൾ ഓർത്ത് വെച്ചിരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അതിവിടെ ഹെൽപ്ഫുൾ ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ വരും. ഓക്കെ, നമ്മളുടെ ഫിഷസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് കോൺട്രക്ടീസ്, ഓസ്ട്രിക്ടീസ് എന്നൊക്കെ വരുന്ന സമയത്തും ഈ പറയുന്ന ഓ വെച്ചിട്ടൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും. അവിടെ ഒന്നും കൂടെ ഈസിയർ ആയിരിക്കും പഠിക്കാൻ. ഐ ഹോപ്പ് സോ. ഓക്കെ, വിച്ച് മെയ്ഡ് മീ ടു സ്റ്റഡി ഈസിലി ദീസ് പോർഷൻസ്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ദേ ആർ മോസ്റ്റ്ലി ഓവിപാരസ്. ഓൾ ഓഫ് ദം എന്നല്ല പറഞ്ഞത്, ദേ ആർ മോസ്റ്റ്ലി ഓവിപാരസ് ആൻഡ് ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. ഓർത്ത് വയ്ക്കുക, ഈ ആർത്രോപോഡ്സിൻ്റെ പ്രത്യേകതയാണ്. ഓൾ ഓഫ് ദം എന്ന് പറയുന്നില്ല, സം ഓഫ് ദം എന്നല്ല പറയുന്നത്. മോസ്റ്റ്ലി ഡയേഷ്യസ്, മോസ്റ്റ്ലി ഓവിപാരസ് എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, തെറ്റിപ്പിക്കാം. ഓക്കെ, തെറ്റിപ്പോവരുത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ അത് പറഞ്ഞു തരുന്നത്. ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ് ആൻഡ് മോസ്റ്റ്ലി ഓവിപാരസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഇറ്റ് മേ ബി ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആവാം. എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ ഒരു ലാർവൽ സ്റ്റേജ് പ്രസൻ്റ് ആയിരിക്കാം. ദാറ്റ് ഈസ് മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അഡൾട്ട് ആൻഡ് യങ് ഉണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആവാം. എന്ന് വെച്ചാൽ നമ്മുടെ യങ് വൺ റിസംബിൾസ് അഡൾട്ട്. ഡയറക്റ്റ് എന്ന് വെച്ചാൽ യങ് വൺസ് റിസംബിൾസ് അഡൾട്ട്. ദാറ്റ് വി ഹാവ് സെറ്റ് ബിഫോർ, റൈറ്റ്? യങ് വൺസ് അഡൾട്ട്സിനെ പോലെ തന്നെ ഉണ്ടാകും. അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ഒരു ലാർവൽ സ്റ്റേജ്, ഇടയിലൊരു മിഡ് സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് പ്രസൻ്റ് ആയിരിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് മേ ബി ഡയറക്റ്റ് ആവാം ഓർ ഇൻഡയറക്റ്റ്. മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഇനി എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾസിൽ തന്നെ നമുക്ക് മൂന്ന് കാറ്റഗറൈസേഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സാമ്പിൾസ് പഠിക്കുന്നത്. അതായത് എക്കണോമിക്കലി യൂസ് ചെയ്യുന്ന ഇൻസെക്ട്സും പെസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെക്ടേഴ്സ് ആയിട്ട്, ഇങ്ങനെ മൂന്നെണ്ണം ആക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദ ഫസ്റ്റ് വൺ, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആർത്രോപോഡയിൽ. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എപ്പിസ്, ദാറ്റ് ഈസ് ഹണി ബി. ദ ഫസ്റ്റ് വൺ എന്താണ്? എപ്പിസ്, ദാറ്റ് ഈസ് ഹണി ബി. ബോംബിക്സ്, സിൽക്ക് വോം, ലാസിഫർ, ലാക്ക് ഇൻസെക്ട്. ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. മൂന്ന് എക്സാമ്പിൾസ് ആണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സിലുള്ളത്. എപ്പിസ്, ഹണി ബി, ലാസിഫർ, ലാക്ക് ഇൻസെക്ട്, അതുപോലെ തന്നെ ബോംബിക്സ്, സിൽക്ക് വോം. ക്ലിയർ? എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എപ്പിസ്, ഹണി ബി. അതുപോലെ തന്നെ സിൽക്ക് പ്രൊഡ്യൂസിങ് ആയതുകൊണ്ടാണ് ബോംബിക്സ്, സിൽക്ക് വോം. അതുപോലെ തന്നെ ലാസിഫർ, ലാക്ക് ഇൻസെക്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി അടുത്തത് വെക്ടേഴ്സ് ആയിട്ടുള്ള ആർത്രോപോഡ്സ് ഏതൊക്കെയാണ് നോക്കാം. ദാറ്റ് ഈസ് അനോഫിലസ്. ഫസ്റ്റ് വൺ ഈസ് അനോഫിലസ്, ക്യൂലെക്സ്, ഈഡിസ്. ഇതൊക്കെ എന്താണ്? മോസ്കിറ്റോസ് ആണ്. നിങ്ങൾ ഡെങ്കു ഫീവർ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്ന മോസ്കിറ്റോ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫീവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മോസ്കിറ്റോസാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ ഇതിൽ പെടുന്നവരാണ്. അപ്പം ഇവിടെ വെക്ടേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നവരല്ലേ. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞ മോസ്കിറ്റോസ്. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് അനോഫിലസ്, ക്യൂലെക്സ് ആൻഡ് ഈഡിസ്. അനോഫിലസ്, ക്യൂലെക്സ് ആൻഡ് ഈഡിസ്. ഇതാണ് മോസ്കിറ്റോസിൻ്റെ എക്സാമ്പിൾ. ദേ ആർ വെക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി അടുത്തതാണ് ദാറ്റ് ഈസ് ഗ്രിഗേറിയസ് പെസ്റ്റ്. ഗ്രിഗേറിയസ് പെസ്റ്റ്, ദാറ്റ് ഈസ് ലോക്കസ്റ്റ അല്ലെങ്കിൽ ലോക്കസ്റ്റ്. ലോക്കസ്റ്റ ആൻഡ് ഓൾസോ നോൺ ആസ് ലോക്കസ്റ്റ്. ആൻഡ് ഒരാളും കൂടെ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ലിവിങ് ഫോസിൽ, ലിമുലസ്. ദാറ്റ് ഈസ് കിങ് ക്രാബ്. ലിവിങ് ഫോസിൽ ആൻഡ് ദാറ്റ് ഈസ് ലിമുലസ്. ലിവിങ് ഫോസിൽ ആരാണ് മക്കളെ? ലിമുലസ്. ദാറ്റ് ഈസ് കിങ് ക്രാബ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ്. ഞാൻ വീണ്ടും പറയാണ്, ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എക്കണോമിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസെക്ട്സ് ഏതൊക്കെയാണ്? ബോംബിക്സ്, സിൽക്ക് വോം, ലാക്ക് ഇൻസെക്ട്, ലാസിഫർ, എപ്പിസ്, ഹണി ബി. മൂന്നാൾക്കാർ.
അടുത്തത് നമുക്ക് ലിവിങ് ഫോസിൽ ലിമുലസ് കിങ് ക്രാബ് ഒരാളേ ഉള്ളൂ. ഇനി ഗ്രിഗേറിയസ് പെസ്റ്റ്, ദാറ്റ് ഈസ് ലോക്കസ്റ്റ് ലോക്കസ്റ്റ്, അവിടെയും ഒരാളെ മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വെക്ടേഴ്സ് ആണ്. അതാരാണ്? മോസ്കിറ്റോസ്, ദാറ്റ് ഈസ് ക്യുലെക്സ്, ഈഡിസ്, അനോഫിലസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫൈലം ആർത്രോപോഡ, വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫൈലം ആൻഡ് വിച്ച് ഇസ് എ ലാർജസ്റ്റ് ഫൈലം ഓഫ് കിങ്ഡം ആനിമേലിയ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ സറൗണ്ടിങ്സിൽ കാണുന്നത് കൂടുതലും ഈ പറയുന്ന ആർത്രോപോഡയിലുള്ള ആളുകളാണ്. ആർത്രോപോഡയിൽ കൂടുതലും ഇൻസെക്ട്സ് ആണ്, നെയിം ചെയ്തിട്ടുള്ളതിൽ കൂടുതലും ഇൻസെക്ട്സ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഇതുകൊണ്ടാണ് ഇത് ലാർജസ്റ്റ് ഫൈലമായി മാറിയത്. ഇനി ഇവരുടെ ഡയഗ്രാംസും കൂടെ നോക്കിയാൽ നമുക്ക് ഫൈലം ആർത്രോപോഡ എൻഡ് ചെയ്യാം. സി ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് മക്കളെ ലോക്കസ്റ്റ. എന്താണ്? ഇതാണ് ലോക്കസ്റ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ബ്രാക്കറ്റിൽ? ലോക്കസ്റ്റ്. ഓക്കെ, എന്താണ് ലോക്കസ്റ്റ് അല്ലെങ്കിൽ ലോക്കസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഗ്രിഗേറിയസ് പെസ്റ്റ്. ഇറ്റ് ഈസ് ദ ഗ്രിഗേറിയസ് പെസ്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ മക്കളെ? ഗ്രിഗേറിയസ് പെസ്റ്റ്. ഓക്കെ, ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് ബട്ടർഫ്ലൈ. നമ്മളുടെ ചുറ്റിനും എപ്പോഴും കാണുന്നതാണ്. കളർഫുൾ ബട്ടർഫ്ലൈസിനെ നമ്മൾ ചുറ്റും എപ്പോഴും കാണുന്നവരാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ ആർത്രോപോഡ്. ഇനി തേർഡ് വൺ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്കോർപ്പിയൺ. ഓക്കെ, സ്കോർപ്പിയൻ താൻ പറഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ സെഗ്മെൻറ്റേഷൻ പ്രസൻ്റ് ആണ്. ഓക്കെ, എന്താണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? സെഗ്മെൻറ്റേഷൻ പ്രസൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അതുപോലെ തന്നെ കണ്ടോ, ഹെഡ് ഉണ്ടാകും, അബ്ഡോമൻ ഉണ്ടാകും, തൊറാക്സ് ഉണ്ടാകും. ഹെഡ് ഉണ്ടാകും, അബ്ഡോമൻ ഉണ്ടാകും, തൊറാക്സ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉണ്ടാകും. സി, ഇതൊക്കെ എന്താണ്? ജോയിൻറ്റഡ് അപ്പൻഡേജസ് ആണ്. അതുകൊണ്ടാണ് അവരെ ആർത്രോപോഡ എന്ന് വിളിക്കാൻ കാരണം. സോ ദിസ് ഇസ് ദ തേർഡ് വൺ. സി എന്ന് പറയുന്നത് എന്താണ്? സ്കോർപ്പിയൻ ആണ്. അതുപോലെ ഡി, ദാറ്റ് ഇസ് പ്രോൺസ്. ഡി എന്ന് പറയുന്നത് എന്താണ്? പ്രോൺസ് ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സോ ഇതോടുകൂടി നമ്മളുടെ ലാർജസ്റ്റ് ഫൈലമായിട്ടുള്ള ആർത്രോപോഡയും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതോടുകൂടി നമ്മൾ മൊത്തം 7 ഫൈലങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഫൈലം പോറിഫെറ ഓർ സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ ഓർ നിഡേറിയ, ടീനോഫോറ ആൻഡ് ഓൾസോ പ്ലാറ്റിഹെൽമിന്തസ്, ആഷൽമിന്തസ്, അനലീഡ, ആർത്രോപോഡ. ഇങ്ങനെ മൊത്തം 7 ഫൈലങ്ങൾ നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ഡയഗ്രാംസും അതിൻ്റെ എക്സാമ്പിൾസും അതിലെ ഇന്നർ എക്സാമ്പിൾസും അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പക്ക ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ കൂടെ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കും എന്താ അപ്പോൾ മിസ് ചെയ്തില്ല ഇത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കാനുള്ള. നിങ്ങൾ പഠിക്കുന്നതൊന്ന് ഇഷ്ടപ്പെട്ട് പഠിക്കുക. ക്ലിയർ? ഇഷ്ടപ്പെട്ട് പഠിച്ചു നോക്കുക, അപ്പോൾ ഒന്നും കൂടെ ഈസിയർ ആയിരിക്കും പഠിത്തം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം തുടങ്ങാം. ഇന്ന് നമ്മുടെ ലാർജസ്റ്റ് ഫൈലമാണ് പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കുക? സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം, അതാണ് ഫൈലം മൊളുസ്ക, നമ്മുടെ 8th ഫൈലം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ ഫൈലം. ഓക്കെ, എക്കിനോഡോമാറ്റ, ഹെമിക്കോഡാറ്റ, കോഡാറ്റ, ഇതോടുകൂടെ നമ്മളുടെ ഫൈലം ഇവിടെ അവസാനിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ വീണ്ടും പഠിക്കാനുണ്ട്. ഇറ്റ് ഈസ് എ വെരി ലെങ്തിയർ ചാപ്റ്റർ, ബട്ട് ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. അങ്ങനെയാണ് പറയാൻ പറ്റുക. ഓക്കെ, നല്ല ലെങ്തിയസ്റ്റ് പോർഷനാണ്. ബട്ട് ഈവൻ തോ നമുക്കൊന്ന് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ഒന്നും കൂടെ ഈസി ആയിട്ട് രസത്തോടു കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രസമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ് യു ഹാവ് ടു clear all your doubts. You have to scribble your doubts. Okay, we will clear it. നമ്മൾ ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ട്സൊക്കെ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രിബിൾ ചെയ്ത് വെക്കുക. നോട്ടിലോ സെപ്പറേറ്റ് ഒരു ഡൗട്ട് ബുക്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ലൈവിലൊക്കെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, അതിന് ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളത്, എന്തുകൊണ്ട് എൻ്റെ ആൻസർ തെറ്റിപ്പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി വരുത്തിയിട്ട് വേണം നെക്സ്റ്റ് മൂവ് ഓൺ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ തീർന്നവരെ ഓരോ ഫയലും ഡെയിലി നിങ്ങളിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ രാവിലെ ഒരു ഫയലെടുത്ത് വായിക്കുക. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത് പഠിക്കാതിരിക്കുന്നതിൻ്റെ മുന്നേ അടുത്തൊരു ഫയലെടുത്ത് വായിക്കുക. ദെൻ യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസി. പെട്ടെന്ന് വായിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഫയലും ഓരോന്ന് ടെക്സ്റ്റ് ഇങ്ങനെ നോക്കി വായിക്കേണ്ട ഒരു ആവശ്യം വരില്ല എന്നാണ് എൻ്റെ ഒരു ഹോപ്പ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടേബിൾ കോളം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, താങ്ക് യു.